ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് റിവിഷൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം ഫോർമാറ്റും കാര്യങ്ങളെല്ലാം അറിയാമായിരിക്കും. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഏതൊക്കെയാണ് എക്സാം ഫോർമാറ്റ് എന്ന കാര്യങ്ങളിലേക്ക് ജസ്റ്റ് പോവുക. എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയുന്നു. നിങ്ങൾക്കറിയാം സെക്ഷൻ എയിൽ ഫുൾ ഏരിയാസുമായിട്ട് കവർ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സെക്ഷൻ എയിൽ 15 questions ആയിരിക്കും. 2 marks is 30 marks. Then section B-യിൽ നിങ്ങൾക്ക് 3 scenario question ആണ് വരുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. സെക്ഷൻ B-യിൽ വരുന്ന 3 questions എന്ന് പറയുന്നത് 1 question from IST, then other question from CGT, and third question from WAT. Section B-യിൽ നോർമലി ഒരു ക്വസ്റ്റ്യൻ IST, then സെക്കൻഡ് ക്വസ്റ്റ്യൻ CGT ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ വാറ്റിൽ നിന്നാണ് നോർമലി ക്വസ്റ്റ്യൻ വരാറുള്ളത്. ആൻഡ് സെക്ഷൻ സിയിൽ നമുക്കറിയാം നോർമൽ കേസിൽ ഇൻകം ടാക്സിന് 115 മാർക്ക് ഫ്രം ഇൻകം ടാക്സ് 15 മാർക്ക് ക്വസ്റ്റ്യൻ ആൻഡ് അതർ ഫ്രം കോർപ്പറേഷൻ ടാക്സ് that is also 15 mark, and the third question from tax planning question. ടാക്സ് പ്ലാനിങ് നമുക്കറിയാം ഇന്ന ഏരിയ എന്ന് നമുക്ക് നോർമലി പറയാൻ പറ്റില്ല, അത് ഏത് ഏരിയയിൽ നിന്നാകാം. അതായത് ഇൻകം ടാക്സ്, കോർപ്പറേഷൻ, NIC മിക്സ് ക്വസ്റ്റ്യൻ ആകാം, CGT ആൻഡ് IST മിക്സ് ക്വസ്റ്റ്യൻ ആകാം. അത് ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ആകാം. ഓക്കെ, അപ്പം ഈ ഒരു ഇതായിരിക്കും നിങ്ങളുടെ എക്സാം ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നമുക്കറിയാം IST ഈ ഒരേ ഒരു ചാപ്റ്ററിൽ നിന്ന് മിനിമം 12 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. മിനിമം 12 മാർക്ക്. അതായത് എന്തായാലും സെക്ഷൻ ബിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ദെൻ അതുപോലെ തന്നെ സെക്ഷൻ എയിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. പിന്നെ അപ്പൊ അങ്ങനെയാണ് ഞാൻ മിനിമം 12 മാർക്ക് പറഞ്ഞത്. പിന്നീട് ചിലപ്പോൾ അത് നമുക്ക് ഷുവർ അല്ല. ടാക്സ് പ്ലാനിങ്ങിൽ ചിലപ്പോൾ IST-യിൽ നിന്നും കയറി സെക്ഷൻ സിയിലെ 10 മാർക്കിൽ വേണമെങ്കിൽ IST-യിൽ നിന്നും കയറി വരാം. അത് ഷുവർ അല്ല. എങ്കിലും മിനിമം 12 മാർക്ക് നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ഞാൻ റിവിഷൻ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ ഫുൾ ഒന്ന് സമറൈസ് ചെയ്യും IST-യുടെ. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ അതിന്റെ ഇടയ്ക്ക് സമറൈസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗ്യാപ്പ് തരാം. അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ടൈമിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുള്ളൂ. ഡൗട്ട് ചോദിക്കാനായിട്ട് ഞാൻ ടൈം തരും. സോ ആ ഒരു ടൈമിൽ ഡൗട്ട് ചോദിക്കുക. ദെൻ അതിനുശേഷം അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ MCQ എന്നുള്ള രീതിയിലേക്കും ദെൻ സെക്ഷൻ ബിയിലേക്കും പോകും. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇൻഹെറിറ്റൻസ് ടാക്സ് നമുക്കറിയാം. നോർമലി കേസിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് 2 ടൈംസിലായിരിക്കും ടാക്സ് ലയബിൾ ആകുക. 1 കേസ് എന്ന് പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്. ഒരു ഇൻഡിവിജ്വലിന് ഡെത്ത് സംഭവിക്കുന്ന ടൈം എപ്പോഴാണോ ആ ടൈമിലായിരിക്കാം IST ടാക്സ് റൈസ് ആകുക. ആൻഡ് അതർ കേസ് ട്രാൻസ്ഫർ അറ്റ് ദ ടൈം ഓഫ് ലൈഫ് ടൈം ട്രാൻസ്ഫർ ആണ്. ലൈഫ് ടൈം ട്രാൻസ്ഫർ നടത്തി വിത്തിൻ 7 ഇയേഴ്സിനുള്ളിൽ നമുക്ക് നോർമൽ കേസിൽ ടാക്സ് റൈസ് ആകുകയും ചെയ്യും. വിത്തിൻ 7 ഇയേഴ്സിനുള്ളിൽ ഡെത്ത് സംഭവിച്ചെങ്കിൽ ഒരു ഇൻഡിവിജ്വല് ആളുടെ ലൈഫ് ടൈമിൽ എന്തെങ്കിലും അസറ്റ്സുകൾ ട്രാൻസ്ഫർ ചെയ്തു, എന്നിട്ട് വിത്തിൻ 7 ഇയേഴ്സിനുള്ളിൽ ഡോണറിന് ഡെത്ത് സംഭവിച്ചെങ്കിൽ ആ ഒരു ടൈമിലും IST ലയബിലിറ്റി റൈസ് ആവും. സോ 2 ടൈംസ് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് ആൻഡ് അറ്റ് ദ ടൈം ഓഫ് ലൈഫിൽ വിത്തിൻ 7 ഇയറിനുള്ളിൽ ഡെത്ത് സംഭവിച്ചാലായിരിക്കും ടാക്സ് റൈസ് ആവുക. ദെൻ നോർമൽ കേസിൽ നമുക്കറിയാം ഇൻഹെറിറ്റൻസ് ടാക്സ് ട്രാൻസ്ഫർ വാല്യൂ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മിക്കവാറും സെക്ഷൻ എയിൽ അല്ലെങ്കിൽ സെക്ഷൻ സിയിൽ ചോദിക്കാറുള്ളതാണ്. ട്രാൻസ്ഫർ വാല്യൂ ഓർ ഡിമിനിഷൻ ഇൻ വാല്യൂ എന്ന് പറയും. നമുക്കറിയാം ട്രാൻസ്ഫർ വാല്യൂ ഓർ ഡിമിനിഷൻ ഇൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. വാല്യൂ ഓഫ് എസ്റ്റേറ്റ് ബിഫോർ ഗിഫ്റ്റ് മൈനസ് വാല്യൂ ഓഫ് എസ്റ്റേറ്റ് ആഫ്റ്റർ ഗിഫ്റ്റ്. ബാലൻസ് ഇസ് ഡിമിനിഷൻ ഇൻ വാല്യൂ ഓർ ട്രാൻസ്ഫർ വാല്യൂ എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുക. എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അത് എസ്റ്റേറ്റ് എന്നല്ല. നോർമൽ കേസിൽ ഷെയർ എന്നുള്ള രീതിയിലായിരിക്കും കൺസിഡർ ചെയ്യുക. വാല്യൂ ഓഫ് എസ്റ്റേറ്റ് ബിഫോർ ഗിഫ്റ്റ് മൈനസ് വാല്യൂ ഓഫ് എസ്റ്റേറ്റ് ആഫ്റ്റർ ഗിഫ്റ്റ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓൾറെഡി അത് അറിയാം. എങ്കിലും വേണമെങ്കിൽ നമുക്ക് BPP കിറ്റിലെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. കുറച്ചുപേരൊക്കെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ BPP റിവിഷൻ ക്വസ്റ്റ്യൻ നമ്പർ 179. ഞാൻ പറഞ്ഞു ഓൾറെഡി ക്ലാസ്സിൽ കുറച്ചുപേര് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഡാനിയൽ ഓൺ
all 1,000 shares on all 1,000 shares in Q Limited, an unquoted investment company, on all 1,000 shares in Q Limited. അപ്പൊ Q Limited എന്ന് പറഞ്ഞ കമ്പനിയിൽ ഫുൾ ഷെയർസ് ഓൺ ചെയ്തിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മീനിങ് 100% അവിടുന്ന് അക്യൂർ ചെയ്തു എന്നാണ് മീനിങ്. Then on 10th October 22, Daniel gave 300 shares. So that means 300 shares എന്ന 30% ഗിഫ്റ്റ് ആയിട്ട് ഡോട്ടറിന് കൊടുത്തു. അപ്പം നമുക്കറിയാം 300 ഷെയർ കൊടുത്തു, 1000 ഷെയർ ആയിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് അപ്പം എത്രയാണ് ഹോൾഡിംഗ്? നമുക്കറിയാം 1000 ഷെയർ ആണെങ്കിൽ എനിക്ക് ആ കമ്പനിയിൽ 100% ഹോൾഡിംഗ് ഉണ്ട്. 100% ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ പെർ ഷെയർ വാല്യൂ 150. 150. ഓൾറെഡി ഞാൻ 300 ഷെയർ ഗിഫ്റ്റ് കൊടുത്തു. വാല്യൂ ഓഫ് എസ്റ്റേറ്റ് ആഫ്റ്റർ 100 into 120. 1000 into 150 minus 700 into 120. എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന്. ഓക്കെ, 66,000. 66,000. ഇതാണ് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ ഓർ ഡിമിനിഷൻ ഇൻ വാല്യൂ. രണ്ട് നെയിമിലും പറയും. ട്രാൻസ്ഫർ ഓഫ് വാല്യൂ ഓർ ഡിമിനിഷൻ ഇൻ വാല്യൂ, ദാറ്റ് ഈസ് വാല്യൂ ഓഫ് എസ്റ്റേറ്റ് ബിഫോർ ഗിഫ്റ്റ് മൈനസ് വാല്യൂ ഓഫ് എസ്റ്റേറ്റ് ആഫ്റ്റർ ഗിഫ്റ്റ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു ഇൻഹെറിറ്റൻസ് ടാക്സ് ലൈബിൾ ആകുന്ന 2 ടൈമിലാണെന്ന് പറഞ്ഞു. അറ്റ് ദ ടൈം ഓഫ് ഡെത്തും അറ്റ് ദ ടൈം ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു. ലൈഫിനെ നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എക്സംപ്റ്റ് ഗിഫ്റ്റ്സ്, PET ആൻഡ് CLT. മെയിൻലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. എക്സംപ്റ്റ് ഗിഫ്റ്റ്സ്, PET ആൻഡ് CLT എന്ന് പറയുന്നു. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സംപ്റ്റ് ഗിഫ്റ്റ്സ് ആണ്. അതായത് ഞാൻ എന്റെ ലൈഫ് ടൈമിൽ സർട്ടൻ ഗിഫ്റ്റ്, അത് ചിലപ്പോൾ എന്റെ സണ്ണിനാകാം, ഡോട്ടറിനാകാം, ബ്രദറിനാകാം, സിസ്റ്ററിനാകാം, അല്ലെങ്കിൽ ട്രസ്റ്റിനാകാം, ആർക്കെങ്കിലും ഒക്കെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തു. അത് എക്സംപ്റ്റ് ആണോ, ടാക്സബിൾ ആണോ, എങ്ങനെയുള്ള കേസാണ് പറയുന്നത്. എന്റെ ലൈഫ് ടൈം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് പോയിന്റ് സ്മോൾ ഗിഫ്റ്റ് എക്സംഷൻ. ഫസ്റ്റ് പോയിന്റ് സ്മോൾ ഗിഫ്റ്റ് എക്സംഷൻ. സോ സ്മോൾ ഗിഫ്റ്റ് എക്സംഷൻ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ കേസിൽ 250 പെർ പേഴ്സൺ പെർ ഇയർ ഈസ് എക്സം. പ്രത്യേകം ശ്രദ്ധിക്കാം, 250 പെർ പേഴ്സൺ പെർ ഇയർ ഈസ് എക്സം. അപ്പം ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്, ബ്രദറിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു 100 പൗണ്ട് ബർത്ത്ഡേ പ്രസന്റ് ആയിട്ടും ഒരു 200 പൗണ്ട് ഞാൻ ന്യൂ ഇയർ ഗിഫ്റ്റുമായിട്ട് കൊടുത്തെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് 300 പൗണ്ട് ആയി, മോർ ദാൻ 250 ആയി. സോ അതിനാൽ അതിനെ സ്മോൾ ഗിഫ്റ്റ് ആക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേർഡ് ശ്രദ്ധിക്കേണ്ട, വില്ല്. നമ്മൾ നോർമലി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വേർഡാണ്. നമ്മളറിയാം നമുക്ക് വിൽ പ്രകാരം, അതായത് നമുക്കറിയാം നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഒക്കെ വിൽപത്രം എഴുതുക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നോർമൽ കേസിൽ വിൽ പ്രകാരം ആർക്കെങ്കിലും കൊടുത്തു. ഇപ്പൊ ഞാൻ എന്റെ കസിൻസിന് എല്ലാവർക്കും ഒരു 250 പൗണ്ട് കൊടുക്കാമെന്ന് ഞാൻ എഗ്രി ചെയ്തു. അത് ഞാൻ എന്റെ വില്ലിൽ എഴുതി വെച്ചു. എന്റെ വില്ലിൽ എഴുതി വെച്ചെങ്കിൽ ഈ വില്ലിന് വാല്യൂ വരുന്ന എനിക്ക് ഡെത്ത് സംഭവിച്ചു കഴിയുമ്പോഴാണ്. സോ നോർമൽ കേസിൽ ഈ സ്മോൾ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്റെ ലൈഫ് ടൈമിൽ ഗിഫ്റ്റ് കൊടുത്താൽ മാത്രമേ എക്സംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വില്ല് എന്നുള്ള വേർഡ് നോർമലി ആരും ശ്രദ്ധിക്കാറില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. വിൽ പ്രകാരമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് നോർമൽ കേസിൽ ചാർജബിൾ ആയിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ദെൻ ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്മോൾ ഗിഫ്റ്റ് നോർമലി ബോത്ത് ക്യാഷ് ആൻഡ് ഷെയർ, ഏത് ഫോമിൽ വേണമെങ്കിലും, ഇന്ന ഫോം, അതായത് ക്യാഷ് ആയിട്ട് മാത്രമേ ഗിഫ്റ്റ് കൊടുക്കാവുള്ളൂ എന്ന് ഒരു നിർബന്ധവുമില്ല. ഏത് ഫോമിൽ വേണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ ഷെയർ ആയിട്ട് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. വാല്യൂ എമൗണ്ട് ഈസ് ലെസ് ദാൻ 250 പെർ പേഴ്സൺ പെർ ഇയർ എന്നുള്ളത് മാത്രമേ കണ്ടീഷൻ ഉള്ളൂ. ദെൻ മറ്റൊരു കേസ് പെർ പേഴ്സൺ ആയിരിക്കണം. പെർ പേഴ്സൺ, ദാറ്റ് മീൻസ് ട്രസ്റ്റിന് ഗിഫ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്കറിയാം ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്റെ ചിൽഡ്രനോ അല്ലെ ഗ്രാൻഡ് ചിൽഡ്രന് വേണ്ടിയാണ് ഞാൻ ട്രസ്റ്റ് രൂപീകരിക്കുക. ബട്ട് ഞാൻ ട്രസ്റ്റിലേക്ക് ഒരു 200 ഗിഫ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സ്മോൾ ഗിഫ്റ്റ് ആക്കാൻ പറ്റില്ല. ഇൻഡിവിജ്വലിന് ഗിഫ്റ്റ് കൊടുത്താൽ മാത്രമേ അതിനെ സ്മോൾ ഗിഫ്റ്റ് എന്നുള്ള കാറ്റഗറിയിലേക്ക് വരുത്താൻ പറ്റൂ. അപ്പം അതും പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. സ്മോൾ ഗിഫ്റ്റിന്റെ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ അത് ഇൻഡിവിജ്വലിന് മാത്രമായിരിക്കും എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. നെക്സ്റ്റ് പോയിന്റ്, ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. നെക്സ്റ്റ് പോയിന്റ് മാരിയേജ് എക്സംഷൻ. നമുക്ക്
ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് മാരേജ് എക്സംഷൻ. മാരേജ് എക്സംഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പം ഞാൻ എന്റെ സണ്ണോ ഡോട്ടറിന്റെ മാരേജുമായിട്ട് റിലേറ്റ് ചെയ്ത് ഗിഫ്റ്റ് കൊടുത്തു. പേരന്റ് ആണെങ്കിൽ 5,000, ഗ്രാൻഡ് പേരന്റ് ആണെങ്കിൽ 2,500, ബ്രൈഡ് ടു ഗ്രൂം ഓർ ഗ്രൂം ടു ബ്രൈഡ് ആണെങ്കിൽ 2,500 ആൻഡ് എനിവൺ എൽസ് ആണെങ്കിൽ 1,000. ലിമിറ്റ് പ്രത്യേകം ഓർത്തിരുന്നോണം. ദെൻ അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ബൈ എ പേരന്റ് ദാറ്റ് മീൻസ് ഫാദറും മദറും പ്രത്യേകം ശ്രദ്ധിക്കുക. പേരന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫാദറും മദറിനും കൂടെ കൂടി 5,000 പറ്റുള്ളൂ എന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫാദറിനും മദറിനും രണ്ടുപേർക്കും കൂടെ കൂടി എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫാദർ എന്റെ മാരേജുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ഗിഫ്റ്റ് തന്നു 5,000, അതിൽ നിന്ന് ഡിഡക്ഷൻ അലൗഡ് ആണ്. മദർ എനിക്ക് മാരേജുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ഗിഫ്റ്റ് തന്നു 5,000, ഡിഡക്ഷൻ അലൗഡ് ആണ്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഇപ്പോൾ തന്നെ ആനുവൽ എക്സംഷൻ കൂടെ പറഞ്ഞതിന് ശേഷം വേറൊരു എക്സാമ്പിളിലേക്ക് പോവാം. അപ്പൊ അതിന്റെ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവും. അല്ലെങ്കിൽ എക്സാമ്പിളിലേക്ക് പോയേക്കാം. ആനുവൽ എക്സംഷൻ എന്തായാലും നിങ്ങൾക്ക് അറിയാലോ. എക്സാമ്പിളിലേക്ക് പോയേക്കാം. കപ്ലാൻ റിവിഷൻ കിറ്റിലെ എന്ന് പറയുമ്പോ നെഫ്യൂ, അതുപോലെ നെഫ്യൂ, നീസ്, കസിൻ, അങ്കിൾ, ആന്റി ആരും ആകാം. അതായത് ഗ്രാൻഡ് പേരൻസും പേരൻസും അല്ലാത്ത ആരും. Kaplan revision kit question number 196. Kaplan revision kit question number 196. Oliver got married 5th October 22 and Oliver's mother and father each gave him 25,000 as a wedding present. അപ്പൊ മദർ കൊടുത്തു 25,000, ഫാദർ കൊടുത്തു 25,000. Then Oliver's parents have not made any previous gifts for the purpose of inheritance. ഇതിന് മുമ്പ് ഒരു ഗിഫ്റ്റും നടത്തിയിട്ടില്ല. ദാറ്റ് മീൻസ് ആനുവൽ എക്സംഷൻ ഒക്കെ ഫുള്ളി ഇവിടെ അവൈലബിൾ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വേറെ ഗിഫ്റ്റ് ഒന്നും നടത്തിയിട്ടില്ല എന്ന് പറയും. For the purpose of IHT, what is the total amount of exemption that can be deducted from the gifts made to Oliver? അപ്പൊ ടോട്ടൽ എന്തുമാത്രം എക്സംഷൻസ് നടത്താം എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം മാരേജുമായിട്ട് റിലേറ്റ് ചെയ്താണ്. സോ മാരേജ് എക്സംഷൻ 5,000. ദെൻ മദറും ഫാദറും ഇതിനു മുമ്പ് ഗിഫ്റ്റ് നടത്തിയിട്ടില്ല. സോ മദറിന്റെ കറന്റ് ഇയർ ആനുവൽ എക്സംഷൻ, മദറിന്റെ പ്രീവിയസ് ഇയർ ആനുവൽ എക്സംഷൻ, ഫാദറിന്റെ കറന്റ് ഇയർ ആനുവൽ എക്സംഷൻ ആൻഡ് ഫാദറിന്റെ പ്രീവിയസ് ഇയർ ആനുവൽ എക്സംഷൻ. അപ്പൊ ടോട്ടൽ ആനുവൽ എക്സംഷൻ എന്ന് ചോദിക്കുമ്പോൾ മദറിന്റെ 11,000ഉം ഫാദറിന്റെ 11,000ഉം കൂടെ കൂടി 20,000 ആനുവൽ എക്സംഷൻ ആയിരിക്കും നമുക്ക് ഡിഡക്ട് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ബൈ എ പേരന്റ് എന്ന് പറയുമ്പോൾ ജനറൽ ആണെന്ന് ധരിക്കരുത്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, നോർമൽ എക്സ്പെൻഡിച്ചർ ഔട്ട് ഓഫ് ഇൻകം. നോർമൽ എക്സ്പെൻഡിച്ചർ ഔട്ട് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത്, എന്റെ ഗ്രാൻഡ് പേരന്റ് എന്റെ യൂണിവേഴ്സിറ്റി ഫീസ് പേ ചെയ്യാനായിട്ട്, എന്റെ സ്കൂൾ ഫീസ് പേ ചെയ്യാനൊക്കെ ആയിട്ട് എമൗണ്ടുകൾ തന്നു, അല്ലെങ്കിൽ ഇൻഷുറൻസ് പേ ചെയ്തു, എനിക്ക് വേണ്ടി ഇൻഷുറൻസ് പേ ചെയ്തു. അവിടെ കണ്ടീഷൻ എന്ത് പറയുന്നത്, എന്റെ ഗ്രാൻഡ് പേരന്റിന് സഫീഷ്യന്റ് ഇൻകം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. എന്റെ ഗ്രാൻഡ് പേരന്റിന് സഫീഷ്യന്റ് ഇൻകം ഉണ്ടായിരിക്കും. എന്റെ ഗ്രാൻഡ് പേരന്റിന് സഫീഷ്യന്റ് ഇൻകം ഉണ്ടെങ്കിൽ എന്റെ യൂണിവേഴ്സിറ്റി ഫീസോ സ്കൂൾ ഫീസോ ഒക്കെ പേ ചെയ്യാം. നിങ്ങളെ ക്വസ്റ്റ്യനിൽ തെറ്റിക്കാൻ വേണ്ടി അവർ ചിലപ്പോൾ പറയും മന്ത്ലി 2,000 അല്ലെങ്കിൽ 1,500, അങ്ങനെ ഒരിക്കലും എമൗണ്ട് ലിമിറ്റ് ഇല്ല. ദെൻ അവരുടെ ആകെ കണ്ടീഷൻ ഗ്രാൻഡ് പേരൻസിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് മീറ്റ് ചെയ്യാനുള്ള സഫീഷ്യന്റ് ഇൻകം ഉണ്ടായിരിക്കണം. ദെൻ അനദർ കേസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയും ഹബിച്വൽ നേച്ചർ ഓർ റെഗുലർ പാറ്റേൺ ഓഫ് ഗിവിംഗ്. ദാറ്റ് മീൻസ് നമുക്കറിയാം നമ്മള് യൂണിവേഴ്സിറ്റി ഫീസോ സ്കൂൾ ഫീസോ ആണെ ക്വാർട്ടർലി പേ ചെയ്യും. ഇൻഷുറൻസും ചിലപ്പോൾ ക്വാർട്ടർലി ആകാം, ഇയർലി ആകാം, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പേ ചെയ്യണം. അപ്പം ഹബിച്വൽ നേച്ചർ ഓർ റെഗുലർ പാറ്റേൺ ഓഫ് ഗിവിംഗ് ആയിരിക്കണം എന്നുള്ളത് മാത്രമേ കണ്ടീഷൻ ഉള്ളൂ. ഇനി മറ്റൊരു കേസ് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു, സ്മോൾ ഗിഫ്റ്റിന്റെ അവിടെ ക്യാഷ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ ഷെയർ ഏത് ഫോമിൽ വേണമെങ്കിലും ഇഷ്യൂ ചെയ്യാം, ലെസ് ദാൻ 250 ആയിരിക്കണം എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നോർമൽ എക്സ്പെൻഡിച്ചർ ഔട്ട് ഓഫ് ഇൻകം ക്യാഷിന്റെ ഫോമിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് നമുക്കറിയാം യൂണിവേഴ്സിറ്റി ഫീസ്, സ്കൂൾ ഫീസ്, ഇൻഷുറൻസ് പേയ്മെന്റ്, ഇങ്ങനെയൊക്കെയാ. അപ്പൊ ഇൻ ഫോം ഓഫ് ക്യാഷ് അതൊരിക്കലും നോർമൽ എക്സ്പെൻഡിച്ചർ ഔട്ട് ഓഫ് ഇൻകം എന്ന് പറഞ്ഞ ഷെയർ ഒരിക്കലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ആയിരിക്കണം എന്നുള്ളതും പ്രത്യേകം ഓർത്തിരുന്നേക്കുക.
Then ട്രാൻസ്ഫർ ടു സ്പൗസ്. ശ്രദ്ധിക്കണം, നമ്മൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ സ്മോൾ ഗിഫ്റ്റ് എക്സംഷൻ, മാരേജ് എക്സംഷൻ, നോർമൽ എക്സ്പെൻഡിച്ചർ ഔട്ട് ഓഫ് ഇൻകം, ഇതെല്ലാം എന്റെ ലൈഫ് ടൈമിൽ, അതായത് ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ട്രാൻസ്ഫർ ചെയ്താലേ എക്സംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ ഡെത്ത് ടൈമിൽ ട്രാൻസ്ഫർ ചെയ്താൽ എക്സംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ട്രാൻസ്ഫർ ടു സ്പൗസ് എന്ന് പറയുന്നത്, അതായത് ഞാൻ എന്റെ ഹസ്ബൻഡിന് ലൈഫ് ടൈമിലായാലും എനിക്ക് ഡെത്ത് സംഭവിച്ചപ്പോഴായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്താൽ നോർമൽ കേസിൽ അത് ഫുള്ളി എക്സംപ്റ്റ് ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോണം. IST എപ്പോഴും നമ്മൾ അതിനെ പറയുന്നത് സ്പൗസ് എക്സംഷൻ എന്നാണ്. സ്പൗസ്, ഹസ്ബൻഡും വൈഫും തമ്മിൽ എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്താൽ അതിനെ സ്പൗസ് എക്സംഷൻ എന്ന് പറയും. അതേസമയം ഈ CGT വരുമ്പോൾ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ട്രാൻസാക്ഷൻ തന്നെയാണ്, ബട്ട് അത് CGT വരുമ്പോൾ നോ ഗെയിൻ നോ ലോസ് എന്ന് വേർഡ് പറയണം. വേർഡുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് നോട്ട് ചെയ്തോണം. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ കറക്റ്റ് സ്റ്റേറ്റ്മെന്റിലൊക്കെ കയറി വരാറുള്ളതാണ്. CGT പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്താൽ നമ്മൾ യൂസ് ചെയ്യേണ്ട വേർഡ് നോ ഗെയിൻ നോ ലോസ് എന്നായിരിക്കും. അതേസമയം ഈ സെയിം കാര്യം തന്നെ IST പോയിന്റ് ഓഫ് വ്യൂലേക്ക് വരുമ്പോൾ അത് സ്പൗസ്, ഹസ്ബൻഡും വൈഫും തമ്മിലാണ് എങ്കിൽ പോലും അത് സ്പൗസ് എക്സംഷൻ എന്നുള്ള രീതിയിലേക്കായിരിക്കും കൺസിഡർ ചെയ്യേണ്ടത്. Then annual exemption. ആനുവൽ എക്സംഷൻ നമുക്കറിയാം. ആനുവൽ എക്സംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ലൈക്ക് പേഴ്സണൽ അലവൻസ് എന്നോ അല്ലെങ്കിൽ CGT പോലെ ആനുവൽ എക്സംപ്റ്റ് എമൗണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എല്ലാ ഇയറിലും നമുക്ക് ഡിഡക്ട് ചെയ്യാം. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ട്രാൻസ്ഫർ വാല്യൂവിൽ നിന്നും നമുക്ക് ഡിഡക്ട് ചെയ്യാം. ബട്ട് അത് ഓരോ ഇയറിലും, കറന്റ് ഇയറിൽ 3000, പ്രീവിയസ് എല്ലാ ഇയറിലും 3000 ആണ് ആനുവൽ എക്സംഷൻ ഉള്ളത്. എപ്പോഴും കറന്റ് ഇയർ ആദ്യം യൂസ് ചെയ്യണമെന്ന് റൂൾ ഉണ്ട്. അതിനുശേഷം പ്രീവിയസ് ഇയറിൽ എന്തെങ്കിലും അൺയൂസ്ഡ് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല, പ്രീവിയസ് ഇയറിന്റെ ഒരു ഇൻഫർമേഷനും ക്വസ്റ്റ്യനിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു അസംഷൻ പ്രീവിയസ് ഇയറിൽ നമ്മൾ ഒരു ട്രാൻസ്ഫർ നടത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ അൺയൂസ്ഡ് ആനുവൽ എക്സംഷൻ നമുക്ക് ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. 1 ഇയറേ ക്യാരി ഫോർവേഡ് ഉള്ളൂ. അതുപോലെ തന്നെ ആനുവൽ എക്സംഷൻ നമ്മൾ ഡിഡക്ട് ചെയ്യുന്നത് ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കണം ഡിഡക്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ആനുവൽ എക്സംഷൻ ഡിഡക്ട് ചെയ്യേണ്ടത് ക്രോണോളജിക്കൽ ഓർഡർ. അതായത് ഡ്യൂറിങ് ദ ടാക്സ് ഇയർ, ഫോർ എക്സാമ്പിൾ 1920 ടാക്സ് ഇയറിൽ എനിക്ക് 2 ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്. ഒന്ന് PET ആണ്, 2 CLT ആണ്. PET ആണ് ആദ്യം എറൈസ് ആയിരിക്കുന്നതെങ്കിൽ, ശരിയാ, PETക്ക് ലൈഫ് ടൈമിൽ ടാക്സ് ഒന്നും ഇല്ല എങ്കിൽ പോലും PETയിൽ നിന്ന് വേണം ആനുവൽ എക്സംഷൻ ആയ 3000 ഡിഡക്ട് ചെയ്യാൻ. ഓർത്തോണം, നമ്മൾ അത് ലൈഫ് ടൈമിൽ തന്നെ ഡിഡക്ട് ചെയ്ത് വെക്കും. PET ആൻഡ് CLT ക്രോണോളജിക്കൽ ഓർഡറിൽ ഡിഡക്ട് ചെയ്യണം. PET ആണ് ആദ്യം വന്നിരിക്കുന്നതെങ്കിൽ PETയിൽ നിന്നായിരിക്കണം ആനുവൽ എക്സംഷൻ ഡിഡക്ട് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഇനി നമുക്ക് പല എക്സംഷൻസ് ഉണ്ടെങ്കിൽ എപ്പോഴും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ സൺ ഓർ ഡോട്ടറിന്റെ മാരേജുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നോർമലി ഫസ്റ്റ് മാരേജ് എക്സംഷൻ പിന്നെ ആനുവൽ എക്സംഷൻ എന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് സെക്ഷൻ ബിയിലായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ വരുള്ളൂ. സെക്ഷൻ സിയിലേക്ക് ലെങ്തി ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് വലിയൊരു റിലവൻസ് ഇല്ല. ബട്ട് ഓർത്തിരിക്കുക, ഇങ്ങനെയാണ് റൂള്. ശരിക്കും മാരേജ് എക്സംഷൻ ആദ്യം ഡിഡക്ട് ചെയ്യുക, അതിനുശേഷം ആനുവൽ എക്സംഷൻ ഡിഡക്ട് ചെയ്യുക എന്നാണ് നമ്മൾ നോർമൽ കേസിൽ പറയുക. Then nil rate band എത്ര അവൈലബിൾ? 3,25,000. ഓക്കെ, ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ എക്സംഷൻസിൽ? ഇല്ല. പറഞ്ഞു. നമ്മളിപ്പോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ മാഡം ഒരു ഹോംവർക്ക് തന്നിരുന്നില്ല. ആ ക്വസ്റ്റ്യനിൽ ഒരു സർവൈവ്ഡ് 7 years എന്നുള്ളതുണ്ട് ഓൾറെഡി. അപ്പൊ അവിടുത്തെ ആനുവൽ എക്സംഷൻ നമ്മൾ ഇപ്പോ പ്രീവിയസ് ഇയർ ആണ് അവിടെ ചെയ്തിരിക്കണമെങ്കിൽ നമ്മൾ ആ ആനുവൽ എക്സംഷൻ നമുക്ക് അടുത്ത ഇതില് മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇല്ലല്ലോ. ഓൾറെഡി അവിടെ തന്നെ യൂസ് ചെയ്തു. അത് എക്സംപ്റ്റ് ആയി പോയെങ്കിൽ അത് ലോസ് ആയി, വേസ്റ്റ് ആയി പോയി എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് അത് വേറെ എങ്ങോട്ടും ട്രാൻസ്ഫർ ഇല്ല.
നിൽ റൈറ്റ് ബാൻഡിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമ്മളവിടെ PET ആൻഡ് CLT പറഞ്ഞില്ലായിരുന്നു. ജസ്റ്റ് അതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോന്നു. PET നമുക്കറിയാം, PET നമ്മളെ നോർമൽ കേസിൽ ഒരു ഇൻഡിവിജ്വലിന് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് PET എന്ന് പറയുക. അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ നമുക്കറിയാം IST ലയബിലിറ്റി നില്ലാണ്. ദെൻ അഡീഷണൽ ലയബിലിറ്റി അറൈസ് ആകും എപ്പോഴായിരിക്കും? ഇഫ് ദ ഡോണർ ഡൈസ് വിത്തിൻ 7 years ആണെങ്കിൽ മാത്രമേ അഡീഷണൽ ലയബിലിറ്റി അറൈസ് ആകുന്നുള്ളൂ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അഡീഷണൽ ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ട്രാൻസ്ഫർ ടൈം വാല്യൂ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ട്രാൻസ്ഫർ ടൈം വാല്യൂ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഡെത്ത് ടൈം വാല്യൂ ഇഗ്നർ ചെയ്തോളുക. ഡെത്ത് ടൈം വാല്യൂ ഇഗ്നർ ചെയ്യുക. അതായത് ഞാൻ ഈ ഒരു അസറ്റ് എന്റെ ലൈഫ് ടൈമിൽ എന്റെ സണ്ണിന് ട്രാൻസ്ഫർ ചെയ്തു. ആ ലൈഫ് ടൈമിൽ ട്രാൻസ്ഫർ ചെയ്ത ടൈമിലെ വാല്യൂ എന്ന് പറയുന്നത് 4,30,000 ആയിരുന്നു. എനിക്ക് ഡെത്ത് സംഭവിച്ച ടൈമിൽ ആ അസറ്റിന്റെ വാല്യൂ 500,000 ആണ്. എങ്കിലും വിത്തിൻ 7 years ഡെത്ത് സംഭവിച്ചു. ഞാൻ അഡീഷണൽ ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ട്രാൻസ്ഫർ ടൈം വാല്യൂ കൺസിഡർ ചെയ്താൽ മതി. ഡെത്ത് ടൈം വാല്യൂ മാർക്കറ്റ് വാല്യൂ തരും, അത് ഇഗ്നോർ ചെയ്തോളുക. അതൊരിക്കലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ദെൻ CLT ആണെങ്കിൽ നമുക്കറിയാം ട്രാൻസ്ഫർ ടു ട്രസ്റ്റ്. ഞാനൊരു ഗിഫ്റ്റ് ട്രസ്റ്റിന് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ അതിനെയാണ് പറയുക CLT എന്ന് പറയുക, ഓർ ചാർജബിൾ ലൈഫ് ടൈം ട്രാൻസ്ഫർ എന്ന് പറയുക. അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫറിൽ ടാക്സ് എറൈസ് ആകും. ഡോണറാണ് പേ ചെയ്യുന്നതെങ്കിൽ 25%, ഡോണിയാണ് പേ ചെയ്യുന്നതെങ്കിൽ 20% എന്നുമാണ്. ചിലർ ഇതിന് പഠിച്ചിരിക്കുന്ന ഡോണറിന്റെ കേസിൽ 20/80 ചിലരിത് പഠിച്ചിരിക്കുന്ന 20/80 എന്നുള്ള രീതിയിലായിരിക്കും. എഫക്ട് രണ്ടും സെയിം ആണ്. 20/80 എന്ന് പറഞ്ഞാലും 25% എന്ന് പറഞ്ഞാലും സെയിം എഫക്ട് തന്നെയാണ്. ദെൻ അതുപോലെ തന്നെ ഡോണർ ആണ് പേ ചെയ്യുന്നതെങ്കിൽ ഗ്രോസ് അപ്പ് ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോണർ ആണ് പേ ചെയ്യുന്നതെങ്കിൽ അത് ഗ്രോസ് അപ്പ് ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോണി ആണെങ്കിൽ ഗ്രോസ് അപ്പ് ഒന്നും വേണ്ട, നമ്മൾ നോർമൽ കേസിൽ ആ വാല്യൂ തന്നെ എടുക്കും. ദെൻ CLTയുടെ കേസിൽ നമുക്കറിയാം അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ ടൈം വാല്യൂ കൺസിഡർ ചെയ്യാവുള്ളൂ, ഡെത്ത് ടൈം വാല്യൂ ഇഗ്നോർ ചെയ്യുക. ദെൻ NRB എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിൽ റൈറ്റ് ബാൻഡ്. നമ്മളെ നോർമൽ കേസിൽ ഓരോ 7 year കൂടുമ്പോഴും നമ്മൾ 325,000 എന്നുള്ളതാണ്. അപ്പം ലൈഫാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഓരോ ട്രാൻസ്ഫർ ഡേറ്റിൽ നിന്നുകൊണ്ട് ബാക്കിലേക്ക് ഞാൻ 7 years നോക്കണം. ആ 7 yearsനുള്ളിൽ എവിടെയെങ്കിലും ഞാൻ NRB യൂസ് ചെയ്തെങ്കിൽ ബാലൻസ് NRB ആയിരിക്കും എനിക്ക് അവൈലബിൾ ആകുക. അതൊരു പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്കവർക്കും 7 year ക്യുമുലേഷനിൽ കൊണ്ട് മിസ്റ്റേക്ക് വരുത്താറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രാൻസ്ഫർ ഡേറ്റിൽ നിന്ന് ബാക്കിലേക്ക് ലൈഫാണ് ഞാൻ ചെക്ക് ചെയ്യുന്നതെങ്കിൽ എനിക്കറിയാം PETക്ക് ടാക്സ് ഒന്നും ഇല്ല. ലൈഫാണെങ്കിൽ CLTക്ക് മാത്രമേ ടാക്സ് ഉള്ളൂ. സോ ബാക്കിലേക്ക് 7 year നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു CLT വന്നോ എന്നുള്ള രീതിയിൽ മാത്രം ചെക്ക് ചെയ്താലും മതി. കാരണം CLTക്ക് ലൈഫ് ടൈമിൽ ടാക്സ് ഉള്ളൂ. ബട്ട് അതേസമയം അഡീഷണൽ ലൈബിലിറ്റി നമുക്കറിയാം ഈ ലൈഫിൽ ചെയ്ത കാര്യങ്ങൾ തന്നെ ഡെത്ത് സംഭവിക്കുമ്പോൾ അഡീഷണൽ ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്യുക. രണ്ട് സെപ്പറേറ്റ് നമ്മുടെ നിൽ റൈറ്റ് ബാൻഡ് ഒന്നുമില്ല. സോ വീണ്ടും ഒന്നിൽ നമ്മൾ തുടങ്ങുമ്പോൾ ഓരോ ട്രാൻസ്ഫറിംഗ് ഡേറ്റിൽ നിന്നും ബാക്കിലേക്ക് 7 year നോക്കുന്നു. PET ഓർ CLT വന്നോ നോക്കുന്നു. അതിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ NRB ഡിഡക്ട് ചെയ്തിട്ടുള്ള ബാലൻസ് NRB എടുക്കാവുള്ളൂ, അടുത്ത ട്രാൻസ്ഫറിലേക്ക് എടുക്കാവുള്ളൂ. ഇനി മറ്റൊരു കേസ്, നിങ്ങൾ ബാക്കിലേക്ക് 7 year നോക്കുമ്പോൾ 3,25,000 നിന്നും പ്രീവിയസ് 7 yearലെ ട്രാൻസ്ഫറബിൾ എമൗണ്ട് ഓർ ഗ്രോസ് ചാർജബിൾ എമൗണ്ട് ഡിഡക്ട് ചെയ്യണം. ഇനി ഞാൻ എന്തിനായിരിക്കും ഇങ്ങനെ പറഞ്ഞെന്നുള്ളത് നമുക്കറിയാം. നോർമൽ കേസിൽ PET ആണ് ട്രാൻസ്ഫർ ചെയ്ത വാല്യൂ, CLTയുടെ ഡോണിയാണ് പേ ചെയ്യുന്നതെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത വാല്യൂ. ബട്ട് CLTയുടെ ഡോണർ ആണ് പേ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യും. അപ്പൊ പിന്നെ ആ ഗ്രോസ് അപ്പ് വാല്യൂ തന്നെ ആയിരിക്കണം ഡിഡക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഗ്രോസ് ചാർജബിൾ എമൗണ്ട് എന്ന് തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. അപ്പം ഓരോ ട്രാൻസ്ഫറിംഗ് ഡേറ്റിൽ നിന്നും ബാക്കിലേക്ക് 7 നോക്കുന്നു. 325 മൈനസ് ട്രാൻസ്ഫറബിൾ എമൗണ്ട് ഓർ ഗ്രോസ് ചാർജബിൾ എമൗണ്ട് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഡിഡക്ട് ചെയ്യേണ്ടത്. ഇനി ടാപ്പർ ലീഫ് എപ്പോഴാണ് കിട്ടുക? ടാപ്പർ ലീഫ് ഗിഫ്റ്റ് കൊടുത്ത് 7 yearsനുള്ളിൽ 7 yearsനുള്ളിൽ സെക്കൻഡ് ഇയർ ആയാൽ എനിക്ക് കിട്ടും. ഇല്ല, ടാപ്പർ ലീഫ് മിനിമം 3 year അല്ലെ. 3 to 7 yearsനുള്ളിൽ
ട്രാൻസ്ഫർ ചെയ്ത് 3 to 7 ഇയേഴ്സിനുള്ളിൽ ഡെത്ത് സംഭവിച്ചെങ്കിലാണ് നമുക്ക് ടാപ്പർ ലീഫ് കിട്ടുക. 3 to 4 ആണെങ്കിൽ 20, അത് ആ ഒരെണ്ണം അങ്ങ് ഓർത്തിരുന്നാൽ മതി. 3 to 4 20, 20, 40, 60, 80 എന്ന് പിന്നെ നമ്മൾ ഓർത്തിരിക്കുക. ട്രാൻസ്ഫർ ഡേറ്റ് ടു ഡെത്ത് ഡേറ്റ് ആണ് കൗണ്ട് ചെയ്യേണ്ടത്. ദെൻ ടാപ്പർ ലീഫ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അഡീഷണൽ ലയബിലിറ്റി എമൗണ്ടിന്മേലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി അടുത്ത എൻ്റെ ഒരു ഡൗട്ട്, PET-ക്കും CLT-ക്കും ടാപ്പർ ലീഫ് കിട്ടുമോ? PET-ക്കും CLT-ക്കും ടാപ്പർ ലീഫ് കിട്ടുമോ, അതോ CLT-ക്ക് മാത്രമേ ഉള്ളൂ? രണ്ടിനും കിട്ടും. ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോണം. പിന്നീട് നിങ്ങൾക്ക് അതും ഡൗട്ട് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ വരുന്നതാണ്. PET-ക്കും CLT-ക്കും രണ്ടിനും ടാപ്പർ ലീഫ് കിട്ടും. ആകെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ട്രാൻസ്ഫർ ഡേറ്റ് ടു ഡെത്ത് ഡേറ്റ് മിനിമം 3 years എങ്കിലും ആയോ എന്നുള്ളത് മാത്രമേ ചെക്ക് ചെയ്യാനുള്ളൂ. രണ്ടിനും കിട്ടൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അഡീഷണൽ ലയബിലിറ്റിയിൽ മേലായിരിക്കും കിട്ടുക എന്നുള്ള കാര്യവും ശ്രദ്ധിക്കാം. ദെൻ അതിനുശേഷം IST ഓൾറെഡി പെയ്ഡ് ഉണ്ടെങ്കിൽ ഡിഡക്ട് ചെയ്യാം. അതായത് IST ഓൾറെഡി പെയ്ഡ് എന്തായാലും CLT-ക്കേ വരത്തുള്ളൂ. അങ്ങനെ IST ഓൾറെഡി പെയ്ഡ് ഉണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്യുകയും ചെയ്യും. ഇനി മറ്റൊരു കേസ്, IST ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഫിഗർ വന്നാൽ അവിടെ കൊണ്ട് 0 ഇൻഡിക്കേറ്റ് ചെയ്തോണം. അല്ലാണ്ട് ടാക്സ് അതോറിറ്റി ഒരു റീഫണ്ടും നമുക്ക് തരില്ല. അപ്പം നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് എന്ന് എഴുതി വെക്കരുത്, അതിന് പകരം 0 ഇൻഡിക്കേറ്റ് ചെയ്യുക. കാരണം IST ലയബിലിറ്റിയിൽ ഒരിക്കലും റീഫണ്ട് ഇല്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. ഡെത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ കേസിൽ അറിയാം, ഒരു ഇൻഡിവിജ്വലിന് ഡെത്ത് സംഭവിച്ചു. ഒരു ഇൻഡിവിജ്വലിന് ഡെത്ത് സംഭവിച്ചിട്ട് ആ ഇൻഡിവിജ്വൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന എല്ലാ അസറ്റ്സുകളും, ഒരു ഇൻഡിവിജ്വലിന് ഡെത്ത് സംഭവിച്ചിട്ട് ആ ഇൻഡിവിജ്വൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന എല്ലാ അസറ്റ്സുകളും സം ചെയ്യുക. അതിൽ നിന്നും ഓൾറെഡി ആള് എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ആ എമൗണ്ട് ഡിഡക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇപ്പം എനിക്ക് ഡെത്ത് സംഭവിച്ചു, അപ്പൊ എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ആ പ്രോപ്പർട്ടിക്ക് മേൽ ഞാൻ മോർഗേജ് എടുത്തിരുന്നു. ഏത് മോർഗേജ് മാത്രമേ എനിക്ക് ഡിഡക്ട് ചെയ്യാൻ പാടുള്ളൂ? ഇൻട്രസ്റ്റ് ഓൺലി ഓർ റീപേയ്മെന്റ് മോർഗേജ്. ഇൻട്രസ്റ്റ് ഓൺലി ഓർ റീപേയ്മെന്റ് മോർഗേജ് മാത്രമേ എനിക്ക് ഡിഡക്ഷൻ ഉള്ളൂ. അതേസമയം എൻഡോമെന്റ് മോർഗേജ് എന്ന് പറഞ്ഞെങ്കിൽ ഡിഡക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തിരുന്നേക്കുക. ദെൻ സോൾ ട്രേഡിംഗ് ബിസിനസ് നമ്മൾ ആഡ് ചെയ്യുന്നു, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആഡ് ചെയ്യാം. PSA ഒക്കെ നമുക്കറിയാം, സേവിങ്സ് ഇൻകത്തിൽ എക്സംപ്റ്റ് ആണ്. CGT-യിൽ സെയിൽ ചെയ്താൽ എക്സംപ്റ്റ് ആണ്. ബട്ട് IST-യിൽ ഇതെല്ലാം ചാർജബിൾ ആണ്, അല്ലെങ്കിൽ എക്സംപ്റ്റ് ആണ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇൻഷുറൻസ് പോളിസി, നിങ്ങൾക്ക് ഡെത്ത് സംഭവിക്കുമ്പോൾ ഇൻഷുറൻസ് പോളിസി കിട്ടാം. ക്വസ്റ്റ്യനിൽ എക്സാം പോയിന്റ് ഓഫ് പ്രൊസീഡ് വാല്യൂവും മാർക്കറ്റ് വാല്യൂവും തരും. നമ്മൾ മാർക്കറ്റ് വാല്യൂ എടുക്കാൻ പാടില്ല, പ്രൊസീഡ് വാല്യൂ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിലെ പ്രൊസീഡ് വാല്യൂ ആൻഡ് മാർക്കറ്റ് വാല്യൂ എന്ന് തരാം. നമ്മൾ നോർമലി എടുക്കുക പ്രൊസീഡ് വാല്യൂ ആയിരിക്കും. ദെൻ മോട്ടോർ കാർ എങ്ങനെയാ, എക്സംപ്റ്റ് ആണോ ടാക്സബിൾ ആണോ? ടാക്സബിൾ. എവിടെ എങ്ങാണ്ടൊക്കെയോ മോട്ടോർ കാർ എക്സംപ്റ്റ് ഉണ്ടല്ലോ. CGT. പിന്നെ ഓക്കെ, മോട്ടോർ കാർ എക്സംപ്റ്റ് ആയിരിക്കുന്നത് ഇതൊക്കെ പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഡൗട്ട്, എക്സാം ഹാളിൽ കയറുമ്പോഴേ ഉള്ളൂ. CGT-യിലും വാറ്റിലും മോട്ടോർ കാർ എക്സംപ്റ്റ് ആയിരിക്കും. IST-യിൽ മോട്ടോർ കാർ ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, ചാറ്റൽസ് എക്സംപ്റ്റ് ആണോ? എവിടെയോ എക്സംപ്റ്റ്, ടാക്സബിൾ. എവിടെയാണ് എക്സംപ്റ്റ്? CGT-യിൽ. അതും ബോത്ത് ആർ ലെസ് ദാൻ 6,000 ആണെങ്കിൽ, അല്ലെ? പർച്ചേസ് വാല്യൂം സെയിൽ വാല്യൂം ബോത്ത് ആർ ലെസ് ദാൻ 6,000 ആണെങ്കിൽ മാത്രം എക്സംപ്റ്റ്. ഓക്കെ, ദെൻ നമുക്കറിയാം, ആൾക്ക് എന്തെങ്കിലും കിട്ടാണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ക്യാഷ് ആൻഡ് ബാങ്ക് ഡിപ്പോസിറ്റ് ആഡ് ചെയ്യുക. ദെൻ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഡിഡക്ട് ചെയ്യുക. അതിൽ നിന്ന് ഇൻകം ടാക്സോ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡിഡക്ട് ചെയ്യുക. ആളുടെ ഫ്യൂണറൽ എക്സ്പെൻസ് ഡിഡക്ട് ചെയ്യാം. പെൻഷൻ ഫണ്ട് പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഡിഡക്ഷൻ അലൗഡ് അല്ല. ഡെത്ത് സംഭവിക്കുന്ന ഇയറിൽ പെൻഷനിലേക്ക് എന്തെങ്കിലും പേ ചെയ്താൽ ഡിഡക്ഷൻ അലൗഡ് അല്ല. ഗാംബ്ലിംഗ് ഡെപ്സ് ഡിഡക്ഷൻ അലൗഡ് അല്ല. ഞാൻ ജസ്റ്റ് എന്തെങ്കിലും പ്രോമിസ് കൊടുത്തു തന്നേക്കാം എന്നൊരു പ്രോമിസ് ഉണ്ടെങ്കിൽ ഡിഡക്ഷൻ അലൗഡ് അല്ല. ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇതെല്ലാം കൂടെ സം ചെയ്യുന്നതിനെ ഞാൻ ഗ്രോസ് ചാർജബിൾ എസ്റ്റേറ്റ്. അപ്പൊ ഗ്രോസ് ചാർജബിൾ എസ്റ്റേറ്റ് എന്ന് ജനറലി പറയും. ബട്ട് ഒരു കാര്യം കൂടെ ഓർക്കുക, ഇതിൽ നിന്നും എന്റെ ഡെത്ത് എസ്റ്റേറ്റിൽ നിന്നും ഞാൻ എന്റെ സ്പൗസിന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്പൗസ് എക്സംഷനും കൂടെ ഡിഡക്ട് ചെയ്യുന്ന ഫിഗറിനെയാണ് നമ്മൾ ചാർജബിൾ എസ്റ്റേറ്റ് എന്ന് പറയുക. സ്പൗസ് എക്സംഷനും കൂടെ ഡിഡക്ട് ചെയ്യുന്ന ഫിഗറിനെ ഞാൻ ചാർജബിൾ എസ്റ്റേറ്റ് എന്ന് പറയുന്നു.
ദെൻ അതിനുശേഷം എനിക്ക് ഈ ഡെത്ത് സ്റ്റേറ്റില് എന്തെങ്കിലും NRB അവൈലബിൾ ആണെങ്കിൽ NRB, അല്ലെങ്കിൽ RNRB അവൈലബിൾ ആണെങ്കിൽ RNRB, ഇത് രണ്ടും കൂടെ ഡിഡക്ട് ചെയ്ത് കിട്ടുന്ന ഫിഗറിനെ ഞാൻ പറയും ടാക്സബിൾ എസ്റ്റേറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കാം, ചാർജബിൾ എസ്റ്റേറ്റിൽ നിന്നും RNRBയും NRBയും ഡിഡക്ട് ചെയ്ത് കിട്ടുന്ന ഫിഗറിനെയാണ് ടാക്സബിൾ എസ്റ്റേറ്റ് എന്ന് പറയുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളോട് ചാർജബിൾ എസ്റ്റേറ്റ് ചോദിക്കാറുണ്ട്. അവിടെ കൊണ്ട് ഈ ക്വസ്റ്റ്യനിൽ ഒരു മെയിൻ റെസിഡൻസ് ഉണ്ടെന്നും അത് സൺ ഓർ ഡോട്ടറിന് കൊടുത്തു എന്നും ഒക്കെ പറയും. RNRB ഡിഡക്ട് ചെയ്താൽ അത് ടാക്സബിൾ എസ്റ്റേറ്റ് ആയിരിക്കും ആകുക, ചാർജബിൾ എസ്റ്റേറ്റ് അല്ല. അപ്പൊ സ്പൗസ് എക്സംഷനും കൂടെ ബാക്കി എല്ലാ ഡിഡക്ഷനും നടത്തി അതിൽ നിന്ന് സ്പൗസ് എക്സംഷനും കൂടെ ഡിഡക്ട് ചെയ്ത് കിട്ടുന്ന ഫിഗറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ചാർജബിൾ എസ്റ്റേറ്റ് എന്ന് പറയും. Kaplan revision guide question number 202. Kaplan revision guide question number 202. G died on 17th May 2022. At the date of her death estate, she owned the following assets. അപ്പം ടോട്ടൽ അസറ്റ്സ് തന്നിരിക്കുക, ഡെത്ത് സംഭവിച്ചപ്പോഴത്തെ അസറ്റ്സ് തന്നിരിക്കുക. ഹൗസ് ഉണ്ടായിരുന്നു ഒരു 3,90,000, ചാറ്റൽസ് 70 ഉണ്ടായിരുന്നു, ഷെയർസ് 60 ഉണ്ടായിരുന്നു. At the date of death, Geeta owned income tax 25,000 in respect of the tax year. നമുക്കറിയാം, നമുക്ക് ഇൻകം ടാക്സിലേക്ക് കുറച്ച് എമൗണ്ട് പേ ചെയ്യാണ്ടായിരുന്നു. ടോട്ടൽ അസറ്റ്സിൽ നിന്ന് ആ എമൗണ്ട് ഡിഡക്ട് ചെയ്യാം. Then Geeta left 100,000 of her estate to her husband. That means spouse exemption. With the remainder of the estate left to her daughter. കണ്ടോ, ഈ എസ്റ്റേറ്റിൽ ശരിക്കും ഒരു ഹൗസ് ഉണ്ട്. അപ്പൊ 100,000 ഹസ്ബൻഡിന് കൊടുത്തിട്ട് ബാലൻസ് ശരിക്കും ആർക്കാ കൊടുക്കുന്നത്? ബാലൻസ് ഫുള്ളും ഡോട്ടറിനാ. അപ്പൊ ശരിക്കും നമുക്ക് RNRB അല്ലെ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ബട്ട് നമ്മളോട് ഇവിടെ റിക്വയർമെന്റ് ചോദിച്ചിരിക്കുന്ന ചാർജബിൾ എസ്റ്റേറ്റ്, ടാക്സബിൾ എസ്റ്റേറ്റ് അല്ല. അപ്പം ഈ 3 സമ്മും കൂടെ വാല്യൂ ചെയ്ത് അതിൽ നിന്നും ടാക്സ് കൊടുക്കാനുള്ള ഇൻകം ടാക്സും ഡിഡക്ട് ചെയ്ത് സ്പൗസിന് കൊടുക്കാനുള്ള എമൗണ്ടും ഡിഡക്ട് ചെയ്യും. കിട്ടിയോ? എത്ര കിട്ടി? 395,000. Yes, 3,95,000 ആണ് ചാർജബിൾ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓർത്താണ്, സ്പൗസ് എക്സംഷനും കൂടെ ഡിഡക്ട് ചെയ്ത് കിട്ടുന്ന ഫിഗറിനെയാണ് നമ്മൾ ചാർജബിൾ എസ്റ്റേറ്റ് എന്ന് പറയുക. NRBയും RNRBയും ഡിഡക്ട് ചെയ്ത് കിട്ടുന്ന ഫിഗറിനെ ടാക്സബിൾ എസ്റ്റേറ്റ് എന്നായിരിക്കും പറയും. മിസ്സേ, അപ്പൊ ഈ സ്പെസിഫിക് ലെഗസി അങ്ങനെയൊക്കെ പറഞ്ഞ എന്താ മിസ്സേ? അത് ഞാൻ എന്റെ ബ്രദറിന് കൊടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ. അത് നോർമൽ കേസിൽ റിഡക്ഷൻ ഇല്ലല്ലോ, അത് ഞാൻ അതിന് ടാക്സ് കൊടുക്കണ്ടല്ലേ. അപ്പൊ എനിക്ക് ഡെത്ത് എസ്റ്റേറ്റ് ഒരു 600,000 എന്റെ ഡെത്ത് എസ്റ്റേറ്റ് ഉണ്ട്. ഞാൻ അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു, ഒരു 70,000 ഞാൻ എന്റെ ബ്രദറിന് കൊടുക്കാം, 200,000 ഞാൻ എന്റെ ഹസ്ബൻഡിന് കൊടുക്കാം എന്ന് പറഞ്ഞെങ്കിൽ ഈ 600,000 നിന്ന് ഹസ്ബൻഡിന് കൊടുക്കുന്നത് ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാലൻസ് 400,000 ഞാൻ ടാക്സ് കൊടുക്കണം. ദെൻ അതിനുശേഷം ഈ 700,000 ഞാൻ ബ്രദറിന് കൊടുക്കുന്നത്, അതായത് 700 അല്ല 70,000 ബ്രദറിന് കൊടുക്കുന്നതിന് ഞാൻ ഓൾറെഡി ടാക്സ് കൊടുത്തു. ഞാൻ മീൻസ് ഞാൻ മരിച്ചു, എന്റെ ലീഗൽ റെപ്രസെന്റേറ്റീവ്. അപ്പൊ അതുകൊണ്ടാണല്ലോ ബ്രദറിലേക്ക് എന്റെ ഡെത്ത് സംഭവിച്ചതിന്റെ പേരിൽ ബ്രദറിന് അസറ്റ് കിട്ടിയത് കൊണ്ടാണല്ലോ CGT പ്രകാരം അത് എക്സംപ്റ്റ് അസറ്റ് ആയി മാറുന്നത്. ബ്രദറിന് CGT നമ്മൾ പറയില്ലേ, നമ്മൾ ഇൻഹെറിറ്റൻസ് വഴി ഡെത്ത് വഴി ഒരു അസറ്റ് കിട്ടിയെങ്കിൽ അത് എക്സംപ്റ്റ് ആണ്. എന്തുകൊണ്ടാ? ഞാൻ ഓൾറെഡി ഇവിടെ എന്റെ ഡെത്ത് എസ്റ്റേറ്റിൽ IST പ്രകാരം ടാക്സ് കൊടുത്തത് കൊണ്ട്. അതൊന്നും ഡിഡക്ഷൻ ഇല്ല. അതാകെ നമ്മൾ ഡിഡക്ഷൻ വരുന്നത് റെസിഡ്യൂ ടു ചിൽഡ്രൻ കണ്ടുപിടിക്കാൻ നേരത്ത്. ബാലൻസ് എന്തുമാത്രം ചിൽഡ്രനിലേക്ക് പോകും റെസിഡ്യൂ ടു ചിൽഡ്രൻ കണ്ടുപിടിക്കാൻ നേരത്ത്. അല്ലെങ്കിൽ പിന്നെ NRB എന്തുമാത്രം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനുകളിൽ നമ്മൾ യൂസ് ചെയ്യുള്ളൂ.
Then next, who is liable to pay tax? Death estate ആരാ ചെയ്യുന്നത്? Death estate liability ആരാ ചെയ്യുന്നത്? representative. Representative അല്ലെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ്. ഇത്തരം കാര്യങ്ങൾ ഇതിൽ ഏത് ഓപ്ഷൻ വന്നാലും കറക്റ്റ് ആൻസർ ആണ്. ഏതൊരു പേരിൽ വേണമെങ്കിലും പറയാം. ലീഗൽ റെപ്രസെന്റേറ്റീവ്, പേഴ്സണൽ റെപ്രസെന്റേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടേഴ്സ്. അതായിരിക്കും ഡെത്ത് എസ്റ്റേറ്റിന്റെ ടാക്സ് IST ലയബിലിറ്റി പേ ചെയ്യുന്നത്. നമുക്കറിയാം അഡീഷണൽ ലയബിലിറ്റി ഓഫ് PT ആൻഡ് CLT പേ ചെയ്യുന്നത് നോർമൽ കേസിൽ ആരായിരിക്കും? അഡീഷണൽ ലയബിലിറ്റി ഓഫ് PT ആൻഡ് CLT പേ ചെയ്യുന്നത് ഡോണി. ജനറലി പറഞ്ഞാൽ ഡോണി അല്ലെ? PTയുടെ ജനറലി പറഞ്ഞാൽ ഡോണി. ഈ ഡോണി എന്ന് പറയുന്നത് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്ന ആർക്ക് ഗിഫ്റ്റ് കൊടുത്തോ, സണ്ണ്, ഡോട്ടർ, ബ്രദർ, സിസ്റ്റർ, ഫാദർ, മദർ, ആർക്ക് വേണമെങ്കിലും ആകാം. CLTയുടെ കേസിൽ ഡോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റീസ്. ഓർത്തണോ? ഓപ്ഷനിൽ അങ്ങനെയായിരിക്കും വരിക. CLTയുടെ പോയിന്റ് ഓഫ് വ്യൂ ഡോണി എന്ന് പറയുന്നത് ട്രസ്റ്റീസ്. ലൈഫ് ടൈം CLT പേ ചെയ്യുന്നത് ഡോണർ. ലൈഫ് ടൈമിൽ CLT പേ ചെയ്യുന്നത് നോർമൽ കേസിൽ ഡോണർ. ഇനി എന്നായിരിക്കാം പേ ചെയ്യുക? അഡീഷണൽ ലയബിലിറ്റി ഓഫ് PT, CLT ആൻഡ് ഡെത്ത് എസ്റ്റേറ്റ് എന്ന് പേ ചെയ്യും. അഡീഷണൽ ലയബിലിറ്റി ഓഫ് PT, CLT ആൻഡ് ഡെത്ത് എസ്റ്റേറ്റ് എന്ന് പേ ചെയ്യും. ഡെത്ത് ഡേറ്റിന്റെ 6 months. ഓക്കെ, നമ്മൾ നോർമലി ഷോർട്ട് ആയിട്ട് ഇങ്ങനെ നമുക്ക് പറയാം. അഡീഷണൽ ലയബിലിറ്റി ഓഫ് PT, CLT ആൻഡ് ഡെത്ത് എസ്റ്റേറ്റ് മൂന്നിന്റെയും ലയബിലിറ്റി പേ ചെയ്യുന്ന ഒരേ ഒരു ഡേറ്റിലാണ്. ആദ്യമേ നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കി ഡെത്ത് സംഭവിച്ച ഡേറ്റ് ഐഡന്റിഫൈ ചെയ്യുക. അവിടുന്ന് അതിന്റെ മന്ത് എൻഡ് കണ്ടുപിടിക്കാം. അതിൽ നിന്നും ഫ്രണ്ടിലേക്ക് 6 month കൗണ്ട് ചെയ്താൽ മതി. അതായത് ഒരു ഇൻഡിവിജ്വലിന് ഡെത്ത് സംഭവിച്ചത് 14th October 2022 അസ്യൂം ചെയ്യുക. നമുക്കറിയാം 22 ഫ്രണ്ടിലേക്ക് 6 month, ദാറ്റ് മീൻസ് നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. സോ 30th April 2023 അതിന്റെ IST ലയബിലിറ്റി പേ ചെയ്യേണ്ടത്. അതായത് അഡീഷണൽ ലയബിലിറ്റി ഓഫ് PT, CLT, ഡെത്ത് എസ്റ്റേറ്റ് ലയബിലിറ്റി മൂന്നും ഒരേ ഡേറ്റിലായിരിക്കും പേ ചെയ്യുക. ഇനി ലൈഫ് ടൈമിൽ CLT പേ ചെയ്യേണ്ടത്. ലൈഫ് ടൈമിൽ CLT നമ്മൾ പേ ചെയ്യുന്നത് ലേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെല്ലാം ഏർലിയർ കിടക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ലേറ്റർ ഓഫ് after the transfer, 30th April after the transfer. B, month end, transfer date. Month end, ഫ്രണ്ടിലേക്ക് 6 month. ഒരു CLT ആണെങ്കിൽ ലേറ്റർ ഓഫ് താമസിച്ചു വരുന്ന ഡേറ്റ്. സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ഉണ്ട്. ഇപ്പോഴോ? ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് ലേറ്റർ ഓഫ് 30th April ആഫ്റ്റർ ദ ട്രാൻസ്ഫർ. ദെൻ B, ട്രാൻസ്ഫർ ഡേറ്റ്, മന്ത് എൻഡ്, ഫ്രണ്ടിലേക്ക് 6 month. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻഡിവിജ്വല് അവരൊരു CLT ട്രാൻസ്ഫർ, ഞാൻ ഒരു ട്രസ്റ്റിലേക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റ് കൊടുത്തത് 19th December 19 അസ്യൂം ചെയ്യും. 19th
December 19-ലാണ് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തതെന്ന് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡ്യൂ ഡേറ്റ് ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞ എല്ലാവരും. എന്നായിരിക്കും ഞാൻ അതിന് CLTക്ക് IST ലയബിലിറ്റി കൊടുക്കേണ്ടത്? ഓക്കെ നന്ദന. നമുക്കറിയാം 30th April ആഫ്റ്റർ ദ ട്രാൻസ്ഫർ. ഓക്കെ 30th June. ഓക്കെ 30th April 2020 ഓർ ട്രാൻസ്ഫർ ഡേറ്റ് മന്ത് എൻഡ് അവിടുന്ന് ഫ്രണ്ടിലേക്ക് 6 months. സോ ദാറ്റ് മീൻസ് 30th June 2020. അതായിരിക്കും നമ്മുടെ നോർമൽ കേസിൽ ലേറ്റർ ഡേറ്റ് ആയിരിക്കും എടുക്കുക. ഓക്കെ ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഇപ്പൊ നമ്മൾ ഡ്യൂ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ സ്കിപ്പ് എ ജനറേഷൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. സ്കിപ്പ് എ ജനറേഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ? നമുക്കറിയാം സ്കിപ്പ് എ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് പേരന്റ്, പേരന്റ്, ഗ്രാൻഡ് ചൈൽഡ് അല്ലെ? ഗ്രാൻഡ് പേരന്റ് പേരന്റിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഗ്രാൻഡ് ചൈൽഡിലേക്ക് വെൽത്ത് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ബട്ട് അവിടെയും ഒരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങളുടെ പേരന്റിന് സഫിഷ്യന്റ് ഇൻകം ഉണ്ടായിരിക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങളുടെ പേരന്റിന് സഫിഷ്യന്റ് ഇൻകം ഉണ്ടായിരിക്കണം. അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മീറ്റ് ചെയ്യാനുള്ള സഫിഷ്യന്റ് ഇൻകം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാൻഡ് പേരന്റിന് ഡയറക്ട്ലി ഗ്രാൻഡ് ചൈൽഡിലേക്ക് കൊടുക്കാം. നമുക്കറിയാം നോർമലി ഗ്രാൻഡ് പേരന്റ് പേരന്റിന് കൊടുക്കണു, ഇവിടെ ഒരു IST ലയബിലിറ്റി വന്നു. ദെൻ പേരന്റ് അത് നിങ്ങളിലേക്ക് തന്നു, വീണ്ടും ഒരു IST ലയബിലിറ്റി വന്നു. അതേസമയം ഗ്രാൻഡ് പേരന്റ് നേരെ ഗ്രാൻഡ് ചൈൽഡിന് കൊടുത്താൽ അവിടെ ഒരു IST ലയബിലിറ്റി സേവിങ്സ് ആണ്. അതായത് 3 ജനറേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു IST ലയബിലിറ്റി സേവിങ്സിനുള്ളൂ. അപ്പം നിങ്ങൾക്ക് മിക്കവാറും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗ്രാൻഡ് പേരന്റ് ഈ അസറ്റ് നിങ്ങളുടെ പേരന്റിന് കൊടുത്താലും അതല്ല നിങ്ങളുടെ പേരന്റിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്നാലും ഗ്രാൻഡ് പേരന്റിന് എന്തെങ്കിലും സേവിങ്സ് ഉണ്ടോ? ഗ്രാൻഡ് പേരന്റിന് എന്തെങ്കിലും സേവിങ്സ് ഉണ്ടോ? നിങ്ങൾക്ക് തന്നാലും അല്ലെങ്കിൽ നിങ്ങളുടെ പേരന്റിന് കൊടുത്താലും ഗ്രാൻഡ് പേരന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തെങ്കിലും സേവിങ്സ് ഉണ്ടോ? ഇല്ല. പ്രത്യേകം ശ്രദ്ധിച്ചോണം, മിക്കവരും തെറ്റിക്കുന്നതാണ് ആ ഒരു ഏരിയ. അപ്പം നിങ്ങളുടെ 3 ജനറേഷനെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ സേവിങ്സ് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ BPPയിലും കപ്ലാനിലും ഒക്കെ ആ സെയിം ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ബട്ട് BPPയുടെ ആ ക്വസ്റ്റ്യനെ നേരെ ഒരു റിവേഴ്സ് ഓർഡറിലാണ് കപ്ലാനിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് മിക്കവർക്കും ഡൗട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇത് കപ്ലാനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറൊരു സ്റ്റൈലില് BPPയിലും കിടപ്പുണ്ട്. ഇതിപ്പോ കപ്ലാനിലെ ക്വസ്റ്റ്യൻ നമ്പർ 195 ആണ്. കപ്ലാനിലെ ക്വസ്റ്റ്യൻ നമ്പർ 195. H is a wealthy 45-year-old would like to reduce the potential inheritance tax liability. BPPയില് 184. ബട്ട് രണ്ടും അവിടെ വിൽ നോട്ട് അച്ചീവ് വിൽ അച്ചീവ് മാർക്ക് ചെയ്യാനോ, ഇവിടെ വിൽ നോട്ട് അച്ചീവ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് ക്വസ്റ്റ്യന്റെ ഡിഫറൻസ്. Okay, H is a wealthy 45-year-old would like to reduce the potential inheritance tax liability on her estate when she dies. Which of the following actions will not achieve hence aim of reducing the inheritance tax liability or on her estate when she dies? അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഇൻഹെറിറ്റൻസ് ടാക്സ് ലയബിലിറ്റിയിൽ എന്ത് ട്രാൻസാക്ഷൻ നടത്തിയാലാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് ലയബിലിറ്റിയിൽ റിഡക്ഷൻ ഒന്നും വരാത്ത, പ്രത്യേകിച്ച് ഒരു ഇതും ഇല്ലാത്ത ഏത് ട്രാൻസാക്ഷനിലാണെന്ന്. First one, changing the terms of her will so that the residuary of her estate goes to her grandchildren rather than children. അപ്പം Hന്റെ ഇൻഹെറിറ്റൻസ് ടാക്സ് ലയബിലിറ്റിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഗ്രാൻഡ് ചിൽഡ്രന് തന്നാലും നിങ്ങളുടെ പേരൻസിന് കൊടുത്താലും Hന്റെ ഇൻഹെറിറ്റൻസ് ടാക്സ് ലയബിലിറ്റിയിൽ എന്തെങ്കിലും റിഡക്ഷൻ ഉണ്ടോ? ഇല്ല, ഒരു റിഡക്ഷനും ഇല്ല. അതാണ് വിൽ നോട്ട് അച്ചീവ്.
മറ്റ് H മേക്കിംഗ് ലൈഫ് ടൈം ഗിഫ്റ്റ് ടു ട്രസ്റ്റ് അപ് ടു ദ വാല്യൂ ഓഫ് നിൽ റൈറ്റ് ബാൻ എവരി 7 ഇയർ. എങ്ങനെയായിരിക്കും? വിൽ അച്ചീവ് അല്ലെ? എവരി 7 ഇയർ കൂടുമ്പോൾ നിൽ റൈറ്റ് ബാനിന് ഇക്വലന്റ് അല്ലെങ്കിൽ 3,25,000 ഇക്വലന്റിന് കൊടുത്താൽ അത് ടാക്സ് കൊടുക്കണ്ട. അവിടെ നമുക്ക് ഇൻഹെറിറ്റൻസ് ടാക്സ് ലയബിലിറ്റി സേവ് ചെയ്യാം. Then changing the terms of her will so that the residuary of her estate goes to her husband rather than children. ചിൽഡ്രന് വരെ ഹസ്ബൻഡിന് കൊടുക്കുവാണെങ്കിൽ നമുക്കറിയാം ഫുള്ളി സ്പൗസ് എക്സംഷൻ എന്നായിപ്പോ. Then making lifetime gifts to her grandchildren early in life. എന്തായിരിക്കും? നേരത്തെ കൊടുക്കുക. Achieve. will achieve. That means more than 7 years ആയെങ്കിൽ നമുക്കറിയാം അത് ഫുള്ളി എക്സംഡ് ആയി പോകും. Then RNRB എന്ന് പറഞ്ഞാൽ എന്താ? മെയിൻ റെസിഡൻസ്. എനിക്ക് ഡെത്ത് സംഭവിച്ചു. അപ്പൊ എന്റെ ഡെത്ത് എസ്റ്റേറ്റിൽ ഒരു മെയിൻ റെസിഡൻസ് ഉണ്ടായിരിക്കുക. ആ മെയിൻ റെസിഡൻസ് ഞാൻ എന്റെ ഡയറക്റ്റ് ഡിസെൻഡന്റ് എന്ന് പറഞ്ഞാൽ ആരാ? എന്റെ ചൈൽഡ് ഓർ ഗ്രാൻഡ് ചൈൽഡിനെ ട്രാൻസ്ഫർ ചെയ്തെങ്കിലാണ് എനിക്ക് RNRB കിട്ടും. അപ്പം എന്റെ ഡെത്ത് എസ്റ്റേറ്റിൽ നിന്നും RNRB എന്ന് പറഞ്ഞ് ഡിഡക്റ്റ് ചെയ്യാവുന്നത് ലോവർ ഓഫ് 175 ഓർ മെയിൻ റെസിഡൻസ് വാല്യൂ മൈനസ് ഇൻട്രസ്റ്റ് ഒള്ളി ഓർ റീപേയ്മെന്റ് മോർഗേജ്. ഈ രണ്ട് വാല്യൂവിലെയും ലോവർ വാല്യൂ ഏതാണോ ആ വാല്യൂ ആയിരിക്കും എനിക്ക് RNRB എന്ന് പറഞ്ഞ് ഡിഡക്ഷൻ അലൗഡ് ആയിരിക്കുന്നത്. Then unused NRB. ഇങ്ങനെയായിരിക്കും unused NRB കണ്ടുപിടിക്കാം. ഹസ്ബൻഡ്, വൈഫ്. ഇപ്പോ ഹസ്ബൻഡ് 2020 ഡെത്ത് സംഭവിച്ചു. വൈഫിന് 2023 ഡെത്ത് സംഭവിച്ചു. ഹസ്ബൻഡിന് ഒരു NRB ആള് ലൈഫ് ടൈമില് NRB ഒരു 1,90,000 യൂസ് ചെയ്തിരുന്നു. ദെൻ ലൈഫ് ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 3,15,000 ആണ് ലൈഫ് ടൈം ലിമിറ്റ് എന്ന് അസ്യൂം ചെയ്യുക. സോ അപ്പൊ നമുക്കറിയാം നമ്മൾ ആദ്യമേ യൂസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. അല്ലെ? യൂസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് %60 അല്ലെങ്കിൽ 60.317 എന്നും പറയാം നോർമലി, അല്ലെങ്കിൽ 60%. സോ therefore unused percentage എന്ന് പറയുന്നത് 40. unused എന്ന് പറയുന്നത് നമുക്കറിയാം 100 - 60 40%. ദെൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ കറന്റ് നിൽ റേറ്റ് ബാൻ ദാറ്റ് മീൻസ് 3,25,000 എടുക്കേണ്ടത്. 315 എടുത്തേക്കരുത്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. കറന്റ് നിൽ റേറ്റ് ബാൻ ഇൻറ്റു അൺയൂസ്ഡ് പെർസെൻറ്റേജ് എന്നായിരിക്കും എടുക്കുക. കറന്റ് നിൽ റേറ്റ് ബാൻ ഇൻറ്റു അൺയൂസ്ഡ് പെർസെൻറ്റേജ്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കാണും, ഞാൻ ഇവിടെ കൊണ്ട് ഒരു ഡെസിമൽ ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടു കാണും. 60.317 ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. നോർമലി നമുക്കറിയാം ടാക്സിന്റെ പേപ്പറിന് റൗണ്ട് ഓഫ് ചെയ്ത ഫിഗേഴ്സ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഡെസിമൽ അലൗഡ് അല്ല എന്ന് നമുക്കറിയാം. എങ്കിലും ഈ ISTയുടെ ഒരു ഏരിയയിൽ മാത്രം ചിലപ്പോൾ ഓപ്ഷനിൽ നമ്മൾ ഇങ്ങനെ റൗണ്ട് ഓഫ്, നിങ്ങൾ 3,25,000 ഇൻറ്റു 40% ചെയ്തപ്പോൾ 1,30,000. എല്ലായ്പ്പോഴും ക്വസ്റ്റ്യനിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത ഫിഗർ മീൻസ് 1,30,000 എന്നുള്ള ഒരു ഓപ്ഷൻ വന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡെസിമൽ ഇട്ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ഇപ്പൊ 60.317 എന്ന് വന്നു. സോ ദാറ്റ് മീൻസ് 100 - 60.317 ചെയ്തു. സോ 39.68 എന്ന് വന്നു. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് 3,25,000 ഓപ്ഷൻ ആൻസർ ഇല്ലെങ്കിലത്തെ കേസാണ് ഞാൻ പറയുന്നത്. 3,25,000 ഇൻറ്റു 39.68 കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. 3,25,000 ഇൻറ്റു 39.68%. So that means 128,960. 128,960 കണ്ടോ? സ്ലൈറ്റ് ഡിഫറൻസ് വരും. അപ്പൊ നിങ്ങളുടെ ഓപ്ഷനിൽ
നിങ്ങൾ റൗണ്ട് ഓഫ് ചെയ്ത ആൻസർ ഇല്ല എങ്കിൽ ഇങ്ങനെയും കൂടെ ഒന്ന് റീചെക്ക് ചെയ്തോണം. നോർമലി ഞാൻ എപ്പോഴും പറഞ്ഞിങ്ങനെ ഡെസിമൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇങ്ങനെ എക്സാം പോയിന്റ് ഓഫ് IST മാത്രം റൗണ്ട് ഓഫ് ചെയ്യാണ്ടുള്ള സിറ്റുവേഷനും കാണാറുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി എപ്പോഴായിരിക്കാം അൺയൂസ്ഡ് RNRB ട്രാൻസ്ഫർ ചെയ്യുക? ഏതൊക്കെ സിറ്റുവേഷനിലാണ് അൺയൂസ്ഡ് RNRB? 3 കേസസിലാണ്. ഇപ്പൊ എനിക്ക് വൈഫിന് ആദ്യം ഡെത്ത് സംഭവിച്ചു, ഹസ്ബൻഡിന് അതിനുശേഷം ഡെത്ത് സംഭവിച്ചു. അപ്പൊ ഏതൊക്കെ സിറ്റുവേഷനിലായിരിക്കാം വൈഫിന്റെ RNRB ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്? 3 കേസസ് വരിക. ഏതൊക്കെയായിരിക്കും? ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറയുക വൈഫിന് നോ മെയിൻ റെസിഡൻസ്. ക്വസ്റ്റ്യനിൽ പറയും, അങ്ങനെ ഒരു റിവിഷൻ കീറ്റിൽ ക്വസ്റ്റ്യനും ഉണ്ട്. ലെബ്നാൻ എന്ന് പറഞ്ഞ ഒരു റിവിഷൻ കീറ്റിലെ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട് BPP-യിൽ. വൈഫിന് നോ മെയിൻ റെസിഡൻസ്. നമുക്കറിയാം വൈഫിന് ഇപ്പം എനിക്ക് മെയിൻ റെസിഡൻസ് ഒന്നുമില്ല, എനിക്ക് ഡെത്ത് സംഭവിച്ചു, എനിക്ക് മെയിൻ റെസിഡൻസ് ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട, നമ്മളെല്ലാ ഇൻഡിവിജ്വൽസിനും എന്തുണ്ട്? RNRB എന്ന് പറയുന്ന ഒരു റിലീഫ് ഉണ്ട്. ഈ RNRB എന്ന് പറയുന്ന റിലീഫ് ആപ്ലിക്കബിൾ ആകുന്നത് എനിക്ക് ഡെത്ത് സംഭവിച്ചിട്ട് എന്റെ മെയിൻ റെസിഡൻസിൽ എന്റെ ഡെത്ത് സ്റ്റേറ്റിൽ ഒരു മെയിൻ റെസിഡൻസ് ഉണ്ടായിരിക്കുകയും ഞാൻ ആ മെയിൻ റെസിഡൻസ് ഡയറക്റ്റ് ഡിസെൻഡൻസിന് കൊടുക്കുമ്പോഴാണ് RNRB എന്ന് പറയുന്ന റിലീഫ് എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ എന്റെ ഡെത്ത് സ്റ്റേറ്റിൽ മെയിൻ റെസിഡൻസ് ഉള്ള റിലീഫ് ഇല്ലെങ്കിൽ, മെയിൻ റെസിഡൻസ് ഇല്ലെങ്കിൽ ഞാൻ ആ റിലീഫ് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ RNRB എന്ന് പറഞ്ഞ റിലീഫ് അൺയൂസ്ഡ് ആയിട്ട് ഇരിക്കുവാണ്. അങ്ങനെ അൺയൂസ്ഡ് ആയിട്ട് ഇരുന്നെങ്കിൽ ഫ്യൂച്ചറിൽ ഹസ്ബൻഡിന് ഡെത്ത് സംഭവിക്കുമ്പോൾ ഈ RNRB റിലീഫ് ഹസ്ബൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോഴും ഓർക്കണം, ഹസ്ബൻഡിന് ഡെത്ത് സംഭവിച്ചപ്പോൾ ഹസ്ബൻഡിന്റെ ഡെത്ത് സ്റ്റേറ്റിൽ ഒരു മെയിൻ റെസിഡൻസ് ഉണ്ടാകണം. ഹസ്ബൻഡ് ഇത് ഡയറക്റ്റ് ഡിസെൻഡൻസിനാണ് ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ ലോവർ ഓഫ് എ ഹസ്ബൻഡിന്റെ RNRB പ്ലസ് എനിക്ക് മെയിൻ റെസിഡൻസ് ഇല്ലാത്തതുകൊണ്ട് എന്റെ RNRB അവിടെ അൺയൂസ്ഡ് ആയിട്ടിരിക്കുക. So 175. B main residence value minus interest only or repayment mortgage. Main residence value minus interest only or repayment mortgage. ഇതിലെ ലോവർ വാല്യൂ ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക, RNRB ആയിട്ട് ഡിഡക്ട് ചെയ്യുക. ഇനി അനദർ കേസ്, ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞ മെയിൻ റെസിഡൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ കേസ്. സെക്കൻഡ് കേസ്, ട്രാൻസ്ഫർ ടു ബ്രദർ ഓർ സിസ്റ്റർ. എനിക്കൊരു മെയിൻ റെസിഡൻസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ബ്രദറിനോ സിസ്റ്ററിനോ കസിനോ ആർക്കാന്ന് വെച്ചാൽ മെയിൻ റെസിഡൻസ് കൊടുത്തു. നമുക്കറിയാം, ഞാൻ അങ്ങനെ മെയിൻ റെസിഡൻസ് അവർക്ക് കൊടുത്തെങ്കിൽ അപ്പോഴും നമുക്ക് ഡയറക്റ്റ് ഡിസെൻഡിനെ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ RNRB ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴും എന്റെ റിലീഫ് അൺയൂസ്ഡ് ആയിട്ട് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ റിലീഫ് ഹസ്ബൻഡിന് ഡെത്ത് സംഭവിക്കുമ്പോൾ ഹസ്ബൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആ ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർത്തേക്കാം. അതെ. And the third case, transfer to spouse. ഞാൻ എൻ്റെ ഫുൾ അസറ്റ്സും ഞാൻ സ്പൗസിന് ട്രാൻസ്ഫർ ചെയ്തു, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ട്രാൻസ്ഫർ ചെയ്തു, അല്ലെങ്കിൽ വൈഫിന് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ നമുക്കറിയാം അത് സ്പൗസ് എക്സംഷൻ എന്നായി മാറും. അപ്പൊ അതിനാൽ തന്നെ RNRB എന്ന് പറയുന്ന റിലീഫ് അവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റിലീഫ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ 3 റീസെന്റ് സിറ്റുവേഷനിലും ഈ ഇക്വേഷൻ ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ. ഇനി മറ്റൊരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡ്യൂ ഡേറ്റ്സുകൾ പലത് പഠിച്ചു. അതായത് ഡെത്ത് സ്റ്റേറ്റിന്റെയും എല്ലാ ലയബിലിറ്റി, അതായത് ഇപ്പൊ എനിക്കൊരു മെയിൻ റെസിഡൻസ് ഉണ്ടായിരുന്നു, എനിക്ക് ഈ വർഷം ഡെത്ത് സംഭവിച്ചു, ഞാൻ എൻ്റെ മെയിൻ റെസിഡൻസ് എൻ്റെ ബ്രദറിനോ സിസ്റ്ററിനോ കൊടുത്തു. നമുക്കറിയാം, എനിക്ക് ഡെത്ത് സംഭവിക്കുമ്പോൾ ആ മെയിൻ റെസിഡൻസ് കൊണ്ട് ഞാൻ ബ്രദറിനോ സിസ്റ്ററിനോ കൊടുത്താൽ RNRB എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഡെത്ത് സ്റ്റേറ്റിൽ നിന്ന് RNRB ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം ഡയറക്റ്റ് ഡിസെൻഡൻസ് കൊടുത്താൽ മാത്രമേ RNRB ഡിഡക്ട് ചെയ്യാവുള്ളൂ എന്ന് റൂൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ ബ്രദറോ സിസ്റ്ററിന് കൊടുത്താൽ
ഇവിടെ എനിക്ക് എന്റെ ഡെത്ത് എസ്റ്റേറ്റിൽ നിന്ന് RNRB ഞാൻ ഡിഡക്ട് ചെയ്തിട്ടില്ല. സോ അതിനാൽ തന്നെ എന്റെ RNRB അൺയൂസ്ഡ് ആയിട്ടിരിക്കുക. ആ RNRB ഫ്യൂച്ചറിൽ ഹസ്ബൻഡിന് ഡെത്ത് സംഭവിക്കുമ്പോൾ ഈ RNRB ഹസ്ബൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കിട്ടിയോ? ഓക്കെ. അപ്പൊ ഇപ്പൊ മെയിൻ റെസിഡൻസിന്റെ വാല്യൂ ഒരു 90,000 ഉള്ളൂ. അപ്പൊ ബാലൻസ് നമുക്ക് അൺയൂസ്ഡ് ട്രാൻസ്ഫർ ചെയ്യാം. ബാലൻസ് അൺയൂസ്ഡ് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷെ അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ജനറൽ ആയിട്ട് ചോദിച്ചതല്ലേ? ഓക്കെ. ഇതില് RNRBയുടെ കേസ് മാത്രം അൺയൂസ്ഡിന്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ക്വസ്റ്റ്യൻ കാര്യമായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ NRBയുടെ എപ്പോഴും അൺയൂസ്ഡ് വരാറുണ്ട്. പക്ഷെ RNRBയുടെ അങ്ങനെ ക്വസ്റ്റ്യൻ വിഷയങ്ങളിലൊന്നും ഞാൻ കണ്ടില്ല. നോർമൽ അങ്ങനെ ഉണ്ടെങ്കിൽ അൺയൂസ്ഡ് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല എക്സാം പോയിന്റ് ഓഫ് വ്യൂ. നെക്സ്റ്റ് പറയുന്നത് കൊണ്ട് ശ്രദ്ധിച്ചോണം. ഡ്യൂ ഡേറ്റ് ആണ്. അതായത് ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു NRBയും RNRBയുടെയും കേസ് പറഞ്ഞു. NRB ട്രാൻസ്ഫർ ചെയ്യുന്ന കേസ് അല്ലെങ്കിൽ RNRB ട്രാൻസ്ഫർ ചെയ്യുന്ന കേസ്. ഈ NRBയും RNRBയും ട്രാൻസ്ഫർ ചെയ്യുന്നത് നമുക്കറിയാം എന്നായിരിക്കാം അത് ക്ലെയിം ചെയ്യാവുന്നതെന്ന്. ഇവിടെ വൈഫ് മരിച്ചു, NRB ആയിക്കോട്ടെ RNRB ആയിക്കോട്ടെ, വൈഫ് മരിച്ചു, ഹസ്ബൻഡ് മരിച്ചു. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഈ NRB ഓർ RNRB വൈഫിന്റെ അൺയൂസ്ഡ് ഉണ്ടെങ്കിലും ഇത് എപ്പോഴാ കിട്ടുക? ഹസ്ബൻഡിനും ഡെത്ത് സംഭവിച്ചു കഴിയുമ്പോഴേ കിട്ടുള്ളൂ, നിങ്ങൾക്കറിയാം അല്ലെ? ഇനി ഈ ഡെത്ത് സംഭവിച്ചു കഴിയുമ്പോൾ എത്ര നാളിനുള്ളിൽ ഇവിടത്തെ ലീഗൽ റെപ്രസെന്റേറ്റീവ് വൈഫിന്റെ ക്ലെയിം ചെയ്തെടുക്കണം? അവിടെ എഴുതി വെച്ചിരുന്ന ടൈം ലിമിറ്റ് ഫോർ ക്ലെയിം അൺയൂസ്ഡ് NRB ആൻഡ് RNRB. ടൈം ലിമിറ്റ് ഫോർ ക്ലെയിം അൺയൂസ്ഡ് NRB ആൻഡ് RNRB. ടൈം ലിമിറ്റ് ഫോർ ക്ലെയിം അൺയൂസ്ഡ് NRB ഓർ RNRB. അതായത് ഇപ്പൊ ഈ കേസിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ വൈഫ് ഹസ്ബൻഡ് ആണ് രണ്ടാമത് മരിക്കുന്നത്. അപ്പൊ ഹസ്ബൻഡിന്റെ ഡെത്ത് ഡേറ്റ്, ഹസ്ബൻഡ് ഇപ്പൊ ഈ കേസിലാണ് ഈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ കേട്ടോ, സെക്കൻഡ് മരിക്കുന്ന ആരാണോ അവരുടെ ഡെത്ത് ഡേറ്റ്, ദെൻ മന്ത് എൻഡ്, ഫ്രണ്ടിലേക്ക് 2 ഇയേഴ്സ്, ഡെത്ത് ഡേറ്റ്, മന്ത് എൻഡ്, ഫ്രണ്ടിലേക്ക് 2 ഇയർ. ടൈം ലിമിറ്റ് ഫോർ ക്ലെയിം NRB ആൻഡ് RNRB. ദെൻ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ചില ടൈമുകളിൽ അതായത് നിങ്ങളുടെ കപ്ലാൻ റിവിഷൻ കിറ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 212 അതൊരു സിനാരിയോ ക്വസ്റ്റ്യൻ. അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 4 പറയുന്നത് ടോട്ടൽ വാല്യൂ ഓഫ് NRBs, ടോട്ടൽ വാല്യൂ ഓഫ് NRBs, അപ്പോസ്ട്രോഫി എസ്, ടോട്ടൽ വാല്യൂ ഓഫ് NRBs. ടോട്ടൽ വാല്യൂ ഓഫ് NRBs എന്ന് പറഞ്ഞാൽ NRB പ്ലസ് RNRB വരും. ടോട്ടൽ വാല്യൂ ഓഫ് NRBs എന്ന് പറഞ്ഞാൽ NRB പ്ലസ് RNRB വരും. ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തോളുക. നിങ്ങളുടെ കപ്ലാൻ റിവിഷൻ കിറ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 212 അതൊരു സിനാരിയോ ക്വസ്റ്റ്യൻ ആണ്. അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 4. ഈ ലൈഫ് ടൈമിൽ ട്രാൻസ്ഫർ ചെയ്തതിനുള്ള അഡ്വാൻറ്റേജ് എന്താ? ലൈഫ് ടൈമിൽ ട്രാൻസ്ഫർ ചെയ്തതിനുള്ള അഡ്വാൻറ്റേജ് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? ലൈഫ് ടൈമില് ഞാൻ എനിക്ക് ഡെത്ത് സംഭവിക്കുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാണ്ട് ഞാൻ ലൈഫ് ടൈമിൽ ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിൽ നോർമൽ കേസിൽ ആനുവൽ എക്സംഷൻ യൂസ് ചെയ്യാം. മിക്കവാറും എക്സാം പോയിന്റ് ആനുവൽ എക്സംഷൻ ഇഗ്നോർ ചെയ്തേക്കാൻ പറയും, പറയണ്ടെന്ന് തന്നെ പറയും.
അപ്പം ആനുവൽ എക്സംഷൻ യൂസ് ചെയ്യാം. ദെൻ നമുക്ക് നോർമൽ കേസിൽ ടാപ്പർ ലീഫ് യൂസ് ചെയ്യാം. മിനിമം 3 ഇയർ എങ്കിലും ആയെങ്കിൽ അല്ലെ, അതൊക്കെ ലൈഫ് ടൈമിൽ ട്രാൻസ്ഫർ ചെയ്താൽ കിട്ടുന്ന അഡ്വാൻറ്റേജാ. ഡെത്തിൽ ഞാൻ എന്റെ വിൽ പ്രകാരം കൊടുത്തേക്കാൻ പറഞ്ഞാൽ ടാപ്പർ ലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം ആനുവൽ എക്സംഷൻ ക്ലെയിം ചെയ്യാം, ടാപ്പർ ലീഫ് ക്ലെയിം ചെയ്യാം. ട്രാൻസ്ഫർ ടൈം വാല്യൂ കൺസിഡർ ചെയ്യാവുള്ളൂ. ട്രാൻസ്ഫർ ടൈം വാല്യൂ കൺസിഡേർഡ്. ഡെത്ത് ടൈം വാല്യൂ ഇഗ്നോർഡ്. Then third, last point, more than 7 year ആയെങ്കിൽ നമുക്കറിയാം അത് exempt ആണ്. More than 7 year ആയെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് exempt ആയിരിക്കും. ഇത്രയേ ഉള്ളൂ മെയിൻ ആയിട്ട് IST സമ്മറൈസ് ചെയ്ത് പറയാനായിട്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. ഇല്ല, ഞാനെങ്കിൽ സെക്ഷൻ ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് BPP റിവിഷനിലെ സെക്ഷൻ ബി ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവാം. ഇനി ഓർത്തോളം നമുക്കറിയാം സെക്ഷൻ ബി ടൈപ്പ് ക്വസ്റ്റിന് മാക്സിമം എടുക്കാവുന്ന ടൈം എന്ന് പറയുന്നത് 18 മിനിറ്റ്സ് ആണ്. സോ ആ ഒരു മിനിറ്റ്സ് നോക്കി തന്നെ ആ ഒരു പ്രോപ്പർ ടൈമിൽ തന്നെ തീർക്കുക. ആ ഒരു വേയിൽ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചോണം. 18 മിനിറ്റ്സ്. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂലേക്കൊക്കെ വരുമ്പോൾ നിങ്ങളതൊരു 16 മിനിറ്റ്സ് കൊണ്ടൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക. ടൈം സേവ് ചെയ്തോണം. അങ്ങനെ ദെൻ നമുക്കറിയാം എന്തായാലും നിങ്ങൾക്ക് സെന്റർ ബേസ്ഡ് എക്സാം ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ എന്തായാലും പേപ്പർ കിട്ടും. കിട്ടില്ല എങ്കിൽ ചോദിച്ച് മേടിച്ചോണം. എന്നിട്ട് സിനാരിയോ വായിക്കുമ്പോൾ ഒപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ, മനസ്സിലാകുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോയിക്കണം. ആ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. അല്ലാണ്ട് വീണ്ടും ഫുള്ള് വായിച്ചു വരാനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. മനസ്സിലാകുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോവുക. So you should assume that today's date is 19th March 2023. Ning owns the following assets: 2 investment properties respectively valued at 6,74,000 and 4,42,000. The first property has an outstanding repayment mortgage 1,60,000. നമുക്കറിയാം നോർമൽ കേസിൽ മോർഗേജ് എമൗണ്ട് ഓർ റീപേയ്മെന്റ് മോർഗേജ് എമൗണ്ട് ഡിഡക്ഷൻ അലൗഡ് ആണ്. സോ അങ്ങനെ വായിച്ചു പോകുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സം ചെയ്ത് വെക്കുക. പേപ്പറിൽ ജസ്റ്റ് അങ്ങനെ എഴുതി പോവുക. ലാസ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാണ്ട്. നമുക്കറിയാം ടോട്ടൽ പ്രോപ്പർട്ടിയുടെ വാല്യൂ 6,74,000 പ്ലസ് 4,42,000 ആണ് ടോട്ടൽ പ്രോപ്പർട്ടിയുടെ വാല്യൂ. അതിൽ നിന്നും നമുക്ക് റീപേയ്മെന്റ് മോർഗേജ് ഡിഡക്ഷൻ അലൗഡ് ആണെന്ന് അറിയാം. റീപേയ്മെന്റ് മോർഗേജ് ഡിഡക്ഷൻ അലൗഡ് ആണെന്ന് അറിയാം. സോ മൈനസ് 1,60,000 ഡിഡക്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം ബാലൻസ് 9,56,000 ആണ്. സോ ജസ്റ്റ് റഫ് ആയിട്ട് ഇങ്ങനെ പേപ്പറിൽ എഴുതി പോവുക. ദെൻ കാറ് നമുക്കറിയാം എക്സംപ്റ്റ് അല്ല. ദെൻ ഇവിടെ സർട്ടൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ISA, സേവിംഗ് സർട്ടിഫിക്കറ്റ്, അതൊന്നും എക്സംപ്റ്റ് അല്ല. സോ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സം ചെയ്ത് വെക്കുക. ഇൻവെസ്റ്റ്മെന്റ് ISA, ദെൻ അല്ലെങ്കിൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് 47 പ്ലസ് 36,000 പ്ലസ് 69,000. ടോട്ടൽ സേവിങ്സ് സം ചെയ്തു. നമുക്ക് 1,52,000 സേവിങ്സും ഉണ്ട്. ഇനി Ning owes 22,400 in respect of a personal loan from a bank. അപ്പം ഓൾറെഡി ഒരു ലോൺ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഡിഡക്ഷൻ അലൗഡ് ആണ്. ആൻഡ് ഷീ ഹാസ് ഹാഡ് ഓൾസോ വെർബലി പ്രോമിസ് ആണ്. നമുക്കറിയാം ഡിഡക്ഷൻ അലൗഡ് അല്ല. Then and her reasonable funeral expense will amount 5,500. Funeral expense deduction allowed on. Ning's husband died on 12th March 2007 and 70% of the inheritance tax nil rate ban was not used. കണ്ടോ, ഇവിടെയും നമുക്ക് അൺയൂസ്ഡ് NRB amount തന്നിരിക്കുക. 70% അൺയൂസ്ഡ് NRB. നമുക്കറിയാം എപ്പോഴും സെക്കൻഡ് സ്പൗസിന് ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് കറന്റ് നിൽ റേറ്റ് ബാൻ 3,25,000
ഇൻറ്റു അൺയൂസ്ഡ് പെർസെൻറ്റേജ്. അൺയൂസ്ഡ് പെർസെൻറ്റേജ് ഓൾറെഡി തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇനി വേറെ കാൽക്കുലേറ്റ് ചെയ്ത് പോകണ്ട. സോ 3,25,000 ഇൻറ്റു 70%. ദാറ്റ് മീൻസ് 2,27,500 ആണ് നമ്മുടെ അൺയൂസ്ഡ് എമൗണ്ട് എന്ന് പറയും. On 14th August 2011, Ning had made a lifetime gift of 90,000 to her daughter, and 7th November 21, she made a gift of her main residence worth 2,20,000 to her son. ഒരു കാര്യം കൂടെ ഓർക്കണം, മുമ്പേ ഞാൻ പറഞ്ഞപ്പം RNRB ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. RNRB നമുക്കറിയാം ക്ലെയിം ആകുന്നത് എനിക്ക് ഡെത്ത് സംഭവിക്കുമ്പോൾ, അപ്പൊ എന്റെ ഡെത്ത് എസ്റ്റേറ്റിൽ ഒരു മെയിൻ റെസിഡൻസ് ഉണ്ടെങ്കിൽ അതെന്റെ ഡയറക്ട് ഡിസെൻഡിനെ ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ ഓർക്കുക, ഇതുണ്ടോ, ഇത് ലൈഫ് ടൈമിലാണ് മെയിൻ റെസിഡൻസ് കൊടുത്തത്. ലൈഫ് ടൈമിൽ ഒരു മെയിൻ റെസിഡൻസ് കൊടുത്താൽ ഒരിക്കലും RNRB ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. എനിക്ക് ഡെത്ത് സംഭവിച്ചിട്ട് ആ ഡെത്ത് എസ്റ്റേറ്റിൽ ഒരു മെയിൻ റെസിഡൻസ് ഉണ്ട്, അത് ഡയറക്ട് ഡിസെൻഡിനെ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ RNRB ക്ലെയിം ചെയ്യൂ. ഇവിടെ ഇപ്പം ലൈഫ് ടൈമിലാണ് മെയിൻ റെസിഡൻസ് സണ്ണിന് കൊടുത്തിരിക്കുന്നത്. These amounts are after the available exemption. എല്ലാം ഫിഗേഴ്സ് ആണെന്നാണ് ക്ലിയർ ആയി പറഞ്ഞിരിക്കുന്നത്. അവൈലബിൾ ഫോർ ദ ടാക്സസ് 67,285. കണ്ടോ, അതായത് ഹസ്ബൻഡ് മരിച്ച സമയത്ത് മാർച്ച് 2007 or 7/8 or 6/7 NRB 285 വന്നു. പക്ഷെ ഈ NRBക്ക് ഇവിടെ ഒരു റിലവൻസും ഇല്ല. കാരണം എന്താ, ഓൾറെഡി അൺയൂസ്ഡ് പെർസെന്റേജ് ഇവർ തന്നു. അത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ യൂസ് പെർസെന്റേജ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാ പ്രീവിയസ് NRBയുടെ എമൗണ്ട് നമുക്ക് വേണ്ടത്. അത് ഓൾറെഡി തന്നിരിക്കുന്നത് കൊണ്ട് 285 നമുക്ക് ഇവിടെ ഒരു റിലവൻസും ഇല്ല. ഓക്കെ, സോ വാട്ട് ഈസ് ദ നെറ്റ് വാല്യൂ for the two properties? Clear ആയിട്ട് പറയുക. In note number 1, which will be included in the calculation of Ning's chargeable estate were she to die 20th March 21. അപ്പൊ ഈ ടു പ്രോപ്പർട്ടീസിന്റെ നെറ്റ് വാല്യൂ എത്രയാണ് ഡെത്ത് എസ്റ്റേറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു. ചെയ്തോ എല്ലാവരും? ഒപ്പം ചെയ്തു പോകുന്നുണ്ടോ? സ്പീഡ് അധികം എന്താ അവസ്ഥ? എല്ലാവർക്കും ഒരേ രീതി ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സ്പീഡ് ഓവർ ഉണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആൻസർ കിട്ടി, എന്താ അവസ്ഥ? ക്യാമറ ഉണ്ടാക്കുന്നതിന് പെട്ടെന്ന് റിപ്ലൈ ചെയ്തേ. ആൻസർ എത്ര കിട്ടി? ആർക്കും കിട്ടിയില്ലേ? നന്ദന 9,56,000. ഓക്കെ, then what is the value of assets in note number 2 and 3? ഇവിടെയും പറഞ്ഞിരിക്കുക വാല്യൂ ഓഫ് അസറ്റ്സ് നോട്ട് നമ്പർ 2ഉം 3ഉം കൂടെ സം ചെയ്യുമ്പോൾ which will be included in the calculation of Ning's chargeable estate were she to die 20th March 23. നോട്ട് നമ്പർ 2ഉം 3ഉം കൂടെ സം ചെയ്യുമ്പോൾ ചാർജബിൾ എസ്റ്റേറ്റിന്റെ വാല്യൂ എത്രയാണ്? നോട്ട് നമ്പർ 2 എത്രയാ? 1,72,000. then പ്ലസ് നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് എല്ലാം സം ചെയ്ത് വെച്ചിട്ടുണ്ട്. നോട്ട് നമ്പർ 3ലെ ഇൻവെസ്റ്റ്മെന്റ്, so that is 1,52,000. so total chargeable estate നോട്ട് നമ്പർ 2 and 3 എന്ന് പറയുന്നത് 3,24,000 ആണ്. Okay. What is the total amount of deduction ignoring mortgage debts which will be taken into account in the calculation of Ning's chargeable estate were she to die on 20th March 23? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മോർഗേജ് ഡെബ്സ് പറയണ്ട, അല്ലാണ്ട് എന്തുമാത്രം എമൗണ്ട് ആയിരിക്കും നിങ്ങിന്റെ ചാർജബിൾ എസ്റ്റേറ്റിൽ നിന്നും ഡിഡക്ഷൻ നടത്താവുന്നതിന്? നമ്മൾ പറഞ്ഞിരുന്നു ഒരു ബാങ്ക് ലോൺ ഉണ്ട് 22,400, പിന്നെ ഒരു ഫ്യൂണറൽ എക്സ്പെൻസ് 5,500 ഉണ്ട്. പ്രോമിസ് നമുക്കറിയാം ഒരിക്കലും ഡിഡക്ഷൻ അലൗഡ് അല്ല. സോ 22,400 പ്ലസ് 5,500. Okay, 27,900. Then what is the amount of Ning's own nil right ban? Word ശ്രദ്ധിക്കണേ. Ning's own nil right, നിങ്ങിന്റെ മാത്രമാണ്, സ്പൗസിന്റെ അൺയൂസ്ഡ് ചോദിച്ചിട്ടില്ല. Ning's own nil right ban for calculating the inheritance tax payable in respect to her estate
were she to die 20th March 23. 20th March 23-ല് നിങ്ങിന് ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് എന്തുമാത്രം അൺയൂസ്ഡ് NRB ആ ഡെത്ത് സ്റ്റേറ്റിലേക്ക് വരാവുന്നേന്ന് എടുക്കാവുന്നേന്ന്. നിങ്ങിന് ഡെത്ത് സംഭവിച്ച ഡേറ്റ് എന്നാ 20th March 23. നമുക്കറിയാം 20th March 23 എന്ന് പറയുന്ന ഡേറ്റിൽ നിന്നും ബാക്കിലേക്ക് നമ്മൾ 7 year നോക്കി. നമുക്ക് അറിയാം 2016 20th March 2016. ഇനി നിങ്ങൾ നോക്കണ്ട 20th March 2016 in between 16 to 23. in between 16 to 23 എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടോ? നമ്മളിവിടെ നോക്കുമ്പോൾ ഒന്ന് നടന്നിരിക്കുന്ന 14th August 2011. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കേസില്ല, PET. Then അടുത്ത ട്രാൻസാക്ഷൻ 7th November 21 ഒരു മേസസ് ഫയൽ. നമുക്കറിയാം ഇപ്പോഴത്തെ NRB 325. അതിൽ നിന്നും ബാക്കിലേക്ക് 7 yearനുള്ളിൽ 7th November 21 ഒരു 2,20,000 ട്രാൻസ്ഫർ നടത്തി. സോ ബാലൻസ് 105,000. നിങ്ങിന്റെ മാത്രം NRB നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നത് അല്ലെങ്കിൽ ഡെത്ത് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നത് 1,05,000. 325 മൈനസ് പ്രീവിയസ് 7 year ട്രാൻസ്ഫർ, അത് 220 മാത്രമേ ഉള്ളൂ. That is 105,000. And the last requirement, what the amount of Ning's husband nil rate ban that Nick's personal representative could claim were she to die 20th March 23, and by when should the claim be made? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നിങ്സിന്റെ ഹസ്ബൻഡ് നിൽ റൈറ്റ് ബാൻഡ് പേഴ്സണൽ റെപ്രസെന്റേറ്റീവിന് എന്തുമാത്രം എമൗണ്ട് ക്ലെയിം ചെയ്യാം, ഏത് ഡേറ്റിനുള്ളിൽ ക്ലെയിം ചെയ്യാം. നമ്മൾ ഓൾറെഡി അവിടെ 70% അൺയൂസ്ഡ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 325 into 70%. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് 2,27,500. ഇനി എന്നാ എനിക്ക് ക്ലെയിം ചെയ്യുന്നത്? നിങ്ങിന് ഡെത്ത് സംഭവിച്ച എന്നാ 20th March 23. സോ മന്തിന്റെ ഏതാ 31st March 23. അവിടുന്ന് ഫ്രണ്ടിലേക്ക് 2 year, അവിടുന്ന് ഫ്രണ്ടിലേക്ക് 2 years. That is 31st March 25. Okay. Scenario Marcus. Marcus died on 10th March 23. He had been married to his wife B for many years. He had the following gifts during his lifetime. 14th January 2012, that means tax year 11-12. Marcus made a chargeable lifetime transfer, that means CLT, 3,28,000 to a trust, and the trustees paid the lifetime inheritance tax. Trustees, that means donee 20%. Then 3rd January 2019, tax year 18-19 tax year. Marcus made a gross chargeable lifetime transfer to another trust. So that means that is a CLT. In addition to the gift, Marcus paid the related lifetime inheritance tax on this gift. Marcus paid. That means donor paid. So therefore 25%.
The gross chargeable lifetime transfer amount 491,250. Gross chargeable lifetime transfer. നമുക്കറിയാം ഡോണർ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യാൻ പറയാറുണ്ട്. സോ ഗ്രോസ് അപ്പ് ചെയ്യുമ്പോൾ ആ ട്രാൻസ്ഫർ ടൈം വാല്യൂ പ്ലസ് IST ലയബിലിറ്റി ഇത് രണ്ടും കൂടെ കൂടുന്നതാണ്, അതിനെയാണ് നമ്മൾ ഗ്രോസ് ചാർജബിൾ ട്രാൻസ്ഫർ എന്ന് പറയുക. സോ ദാറ്റ് മീൻസ് അത് 125% അല്ലെ. ദാറ്റ് മീൻസ് ട്രാൻസ്ഫറബിൾ എമൗണ്ട് പ്ലസ് പെർസെൻറ്റേജ് ഡോണറിന്റെ IST ലയബിലിറ്റിയും കൂടെ സം ചെയ്യുന്നതാണ്. സോ ദാറ്റ് മീൻസ് ഇത് 125% ആണ്. അപ്പൊ നമുക്കിവിടെ ഗ്രോസ് ചാർജബിൾ ട്രാൻസ്ഫർ അത് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 125% ആണ്. 491,250 എന്ന് പറയുന്നത് 125% ആണ്. അപ്പം ഡോണർ ആണ് ടാക്സ് ചെയ്യുന്നത്, അതിന്റെ ലയബിലിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 491,250 ഡിവൈഡ് ബൈ 125ന്റെ 25 ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. Then on 17th March 19, that means 18, 19 tax year, same tax year, Marcus made a gift of PET of 30,000 ordinary shares in S Limited, an unquoted investment company, to his daughter. Daughter-ന് ഒരു 30,000 ഷെയർ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. Before the transfer, Marcus owned all S Limited share capital of 100,000. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ്, ഡോട്ടറിന് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് 100,000 ഫുൾ ഷെയറും ഓൺ ചെയ്തിരിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. Then on 17th March 2019, S Limited shares were worth 5 each for a holding of 30%, 9 each for a holding of 70%, and 12 each for a holding of 100%. അപ്പൊ 100% ഹോൾഡിംഗ് ആണെങ്കിൽ 12 പൗണ്ട്. 30,000 ഗിഫ്റ്റ് കൊടുത്തു. അപ്പൊ നമുക്കറിയാം ബാലൻസ് 70,000 ഷെയർസേ ഉള്ളൂ. 70,000 ഷെയർസ് എന്ന് പറഞ്ഞാൽ 70% ഹോൾഡിംഗ് ആണ്. ദാറ്റ് മീൻസ് 70,000 into 9. സോ വാല്യൂ ഓഫ് എസ്റ്റേറ്റ് ബിഫോർ ഗിഫ്റ്റ് മൈനസ് വാല്യൂ ഓഫ് എസ്റ്റേറ്റ് ആഫ്റ്റർ ഗിഫ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാവരും. എത്ര വന്നു? ട്രാൻസ്ഫർ ഓഫ് വാല്യൂ ഓർ ഡിമിനിഷൻ ഇൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി പെട്ടെന്ന്. ഓക്കെ, 5,70,000. 5,70,000 ആണ് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ. Then on 29th June 2020, that means tax year 2021, Marcus gave a plot of land worth 100,000 to B. നമുക്കറിയാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ്. സോ സ്പൗസ് എക്സംഷൻ ആണ് IST. Marcus had bought the land on 2008 for 80,000. Then the nil rate band for the tax year 11-12 and 18-19 was 325. Under the terms of his will, Marcus left his entire estate to B. B has not made any gifts during her lifetime, and she is intending to remarry, ignore the inheritance tax annual exemption. എല്ലാം ഇഗ്നർ ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. Then first requirement, what is the amount of lifetime inheritance tax? Lifetime inheritance tax paid by the trustees as a result of the gift on 14th January 2012. 14th January 2012 ആയിട്ട് റിലേറ്റ് ചെയ്ത് ട്രസ്റ്റീസ് എന്തുമാത്രം ടാക്സാ കൊടുക്കണ്ടേന്ന്. ദാറ്റ് മീൻസ് 20% ടാക്സ് ട്രസ്റ്റീസ് ആകുമ്പോൾ. 14th January 2012. 14th January 2012 ഒരു 3,28,000 ആണ് ട്രസ്റ്റിലേക്ക് കൊടുത്തിരിക്കുന്നത്. പ്രീവിയസ് ഇയറിലെ ഇൻഫർമേഷൻ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് അതിന്റെ മീനിങ് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് NRB അവൈലബിൾ ആണെന്ന്. അപ്പൊ 3,28,000 ആണ് ട്രാൻസ്ഫർ എമൗണ്ട്. NRB 325,000 അവൈലബിൾ ആണ്. ബാലൻസ് 3,000 ഉണ്ട്. ട്രസ്റ്റീസ് ആണ് പേ ചെയ്യുന്നത്, therefore 20%. ഓക്കെ, സോ ആൻസർ 600. Next question. What amount of lifetime inheritance tax paid by Marcus as a result, paid by Marcus, that means donor, as a result of the gift on 3rd January 2019. 2019 ട്രാൻസ്ഫർ ആയിട്ട് റിലേറ്റ് ചെയ്ത് മാർക്കസ് എന്തുമാത്രം ടാക്സ് കൊടുക്കണം?
ഡോണർ ആണ്, ലൈഫ് ടൈം ആണ്, 25% ആണ്. ഇനി 3rd January 2019 നമുക്ക് എമൗണ്ട് തന്നിരിക്കുന്നത് നമുക്ക് എമൗണ്ട് തന്നിരിക്കുന്ന ഗ്രോസ് ചാർജബിൾ ട്രാൻസ്ഫർ 491,250. അപ്പം ഓൾറെഡി 491,250 എന്ന് പറയുന്ന ഗ്രോസ് ചാർജബിൾ ട്രാൻസ്ഫർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് 125%. മാർക്കസ് പേ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ 25 നമുക്ക് വേണ്ടത്. 491,250 എന്ന് പറയുന്ന എമൗണ്ട് 125% ആണ്. സോ അതിന്റെ 25% കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ഓക്കെ, 98,250. 98,250. അത് പിന്നെ ഡബിൾ വർക്ക് അല്ലേ നിവ്യ? ആദ്യം 100 കണ്ടുപിടിച്ചു, വീണ്ടും അതിന്റെ 25 കണ്ടുപിടിച്ചു. ബുദ്ധിമുട്ടല്ലേ? ഇതാണ് ഒറ്റയ്ക്ക് 25 കൊണ്ട് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ചെയ്താലാ? ടൈം വേസ്റ്റ് അല്ലേ? Then what amount of tapper leaf deductible from the additional inheritance tax due as a result of the death of Marcus on the gift made on 3rd January 2019? 3rd January 2019 ട്രാൻസ്ഫർ ആയിട്ട് റിലേറ്റ് എന്തുമാത്രം ടാപ്പർ ലീഫാണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെത്ത് സംഭവിച്ചത് നമുക്കറിയാം 10th March 2023. 10th March 2023 ഡെത്ത് സംഭവിച്ചിരിക്കുന്ന ഡേറ്റ്. ഇനി 3rd January 2019 ട്രാൻസ്ഫർ ആണ് 491,250 എന്ന് പറയുന്നത്. ഇനി 3rd January 2019 എന്ന് പറഞ്ഞ ഡേറ്റിൽ നിന്നും ബാക്കിലേക്ക് 7 years നോക്കി NRB അവൈലബിൾ ഉണ്ടോ എന്ന്. സോ ദാറ്റ് മീൻസ് 3rd January 2012. 3rd January 2012, in between 2012 to 19. ഇത് കണ്ടോ, ഇവിടെ വന്നിരിക്കുന്ന 14th January 2012. അപ്പം 3rd January 2012 ശേഷം ഒരു ട്രാൻസാക്ഷൻ 14th January ഉണ്ട്. 328 ട്രസ്റ്റ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ അവിടെ NRB യൂസ് ചെയ്ത് പോയി. സോ 491,250 ഇനി NRB അവൈലബിൾ അല്ല. സോ ദെയർഫോർ 491,250 ഞാൻ 40% ടാക്സ് കൊടുക്കണം. 491,250 40%. 196,500 കിട്ടി. ഇത് IST ലൈബിലിറ്റി. പക്ഷെ ഫൈനൽ ആയില്ല. നമ്മളോട് ക്വസ്റ്റ്യൻ ടാപ്പർ ലീഫാ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇനി നോക്കേണ്ട ട്രാൻസ്ഫർ ഡേറ്റ് ടു ഡെത്ത് ഡേറ്റ് എത്ര ഇയർ ഉണ്ടെന്ന്. January 19, 19 to 20, 21, 22, 23. 4 years. 4 years എന്ന് പറയുമ്പോൾ 4 to 5 years. നമുക്കറിയാം 3 to 4 ആണെങ്കിൽ 20, 4 to 5 ആണെങ്കിൽ 40. സോ 196,500 40%. മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ അഡീഷണൽ ലയബിലിറ്റിയിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ NRB നമ്മൾ ആദ്യം മുതൽ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യില്ലേ? റീകാൽക്കുലേറ്റ് ചെയ്ത് അതുകൊണ്ടാണല്ലോ ഞാൻ ഇത് കണ്ടോ, ഇവിടുന്ന് ബാക്കിലേക്ക് 7 year ഞാൻ പോയി കാണിച്ചു കണ്ടോ. അപ്പൊ എന്തിനാ ലൈഫ് ടൈം അതല്ലേ ഈ 328? ലൈഫാണോ ഡെത്ത് ആണോ നല്ല നോക്കണേ. നമ്മൾ ആ ഇയറിനിടയിൽ എപ്പോഴെങ്കിലും NRB യൂസ് ചെയ്തോ, ലൈഫ് ആയിക്കോട്ടെ ഡെത്ത് ആയിക്കോട്ടെ, ഈ 2 ഇയറുകൾക്കിടയിൽ എപ്പോഴെങ്കിലും യൂസ് ചെയ്തോന്നാ. അത് ലൈഫ് ആയാലും ഡെത്ത് ആയാലും. ഓക്കെ ഓക്കെ. ആൻസർ 78,600 ഓൾറെഡി നിങ്ങൾ പറഞ്ഞു. Then what was the amount of PET or potentially exempt transfer made by Marcus on 17th March 2019? PETയുടെ എമൗണ്ട് എത്രയാണ്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിരുന്നു. വാല്യൂ ഓഫ് എസ്റ്റേറ്റ് ബിഫോർ ഗിഫ്റ്റ് മൈനസ് വാല്യൂ ഓഫ് എസ്റ്റേറ്റ് ആഫ്റ്റർ ഗിഫ്റ്റ്. എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞത്? നിങ്ങൾ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. 5,70,000. വാല്യൂ ഓഫ് എസ്റ്റേറ്റ് ബിഫോർ ഗിഫ്റ്റ് മൈനസ് വാല്യൂ ഓഫ് എസ്റ്റേറ്റ് ആഫ്റ്റർ ഗിഫ്റ്റ്. ഓൾറെഡി നമ്മൾ എമൗണ്ട് പറഞ്ഞു 5,70,000.
Next question. Which of the following statements about Marcus M and B for inheritance tax purpose are correct? ഏതൊക്കെയായിരിക്കും 2 statements correct ആയിട്ടുള്ളത്? Okay, B and D. First one, there is no liability for inheritance tax on the transfer of M estate to B because they are treated as single chargeable person. Okay, ഇവരെ നമ്മൾ single chargeable person എന്നൊന്നും അല്ല ട്രീറ്റ് ചെയ്യുക. അത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് അല്ല. Then if B remarries, any unused NRB on her death can be transferred to her spouse if they survive her. നമുക്കറിയാം ഇവരെ റീമാരി ചെയ്യുക പറയുന്നുണ്ട്. ഇപ്പൊ റീമാരി ചെയ്തതിന് ശേഷം ഫ്യൂച്ചറിൽ ഓൾറെഡി ഇവർക്ക് ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് മറ്റേ ആളിലേക്ക് ഇവരുടെ അൺയൂസ്ഡ് NRB ട്രാൻസ്ഫർ ചെയ്യാം. Then the gift of the land on 29th June 2020 by Marcus to B is PET. നമുക്കറിയാം ഇത് ഒരിക്കലും PET അല്ല, ഇത് സ്പൗസ് എക്സംഷൻ ആയിട്ടാണ് എടുക്കേണ്ടത്. And the last one, the transfer of Marcus estate to B on his death is an exempt transfer. നമുക്കറിയാം ഹസ്ബൻഡും വൈഫും തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്പൗസ് എക്സംഷൻ ആണ്. Then next question, Lepna and Lulu. You should assume that today's date is 1st March 23. Lepna and Lulu were married couple, but Lulu died on 24th January 2017. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലെപ്ന ആൻഡ് ലുലു മാരീഡ് കപ്പിൾ ആണ്. ലുലുവിന് ഡെത്ത് 24th January 2017 സംഭവിച്ചു. ലുലു ലെഫ്റ്റ് ആൻഡ് എസ്റ്റേറ്റ് വാല്യൂ 2,10,000 ഫോർ ഇൻഹെറിറ്റൻസ് ടാക്സ് പർപ്പസ്. അപ്പം ലുലുവിന്റെ കേസാണ് നമ്മളോട് പറയുന്നത്. January 2017 ഡെത്ത് സംഭവിച്ച ലുലുവിന്റെ കേസ്. 2,10,000 ഫോർ ഇൻഹെറിറ്റൻസ് ടാക്സ് പർപ്പസ്. ദ എസ്റ്റേറ്റ് ഡിഡ് നോട്ട് ഇൻക്ലൂഡ് എ മെയിൻ റെസിഡന്റ്. കണ്ടോ, പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ ലുലുവിന് ഡെത്ത് സംഭവിച്ച സമയത്ത് അതിന്റെ എസ്റ്റേറ്റില് മെയിൻ റെസിഡൻസ് ഒന്നും ഇല്ലായിരുന്നു എന്ന്. അതിന്റെ മീനിങ് എന്താ? ലുലുവിന്റെ RNRB അവിടെ അൺയൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നു എന്ന്. അൺയൂസ്ഡ് RNRB എന്നാണ് അതിന്റെ മീനിങ്. Then under the terms of her will, Lulu left a specific legacy 40,000 to her brother, with the rest of the estate to her husband Lepna. Lulu had made the following lifetime transfer. അപ്പൊ നമുക്കറിയാം 2,10,000 ആണ് ടോട്ടൽ എസ്റ്റേറ്റ് വാല്യൂ. അതിൽ 40,000 2,10,000 ആണ്. അതിൽ 40,000 ബ്രദറിന് കൊടുത്തു, ബാലൻസ് ഫുള്ളും സ്പൗസിന് കൊടുത്തു. അപ്പൊ 2,10,000 170 കൊടുത്തത് സ്പൗസിന്. ഇത് ഫുള്ളും സ്പൗസ് എക്സംഷൻ എന്നായിപ്പോയി. സോ ബാലൻസ് 40, അതായത് ബ്രദറിന് കൊടുത്തിരിക്കുന്ന 40, അതിനെ നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ? NRB ക്ലെയിം ചെയ്യേണ്ടത് ആവശ്യം. ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ 40,000 നമ്മൾ NRB യൂസ് ചെയ്ത് 40,000 into 0% എന്ന് നോക്കും, NRB അവൈലബിൾ ആണെങ്കിൽ. ഓക്കെ, ലുലു ഹാഡ് മെയ്ഡ് ദ ഫോളോയിങ് ലൈഫ് ടൈം ട്രാൻസ്ഫർ. ലുലുവിന് 2017 ഡെത്ത് സംഭവിച്ചു. പ്രീവിയസ്ലി 2 ട്രാൻസ്ഫർ ലുലുവിന് ഉണ്ടായിരുന്നത്. ഒന്ന് 13th February 2009 CLT 50,000 and 21st June 2015 PET, that is 80,000. അപ്പോൾ ഡെത്ത് സംഭവിച്ചത് 24th January 17 ഇവിടുന്ന് ബാക്കിലേക്ക് 7 year നോക്കിയപ്പോൾ 24th January 2010. സോ നമുക്കറിയാം NRB നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ 2 ഡേറ്റിനുള്ളിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ എന്നാ നോക്കുക. അപ്പൊ നമ്മുടെ അറിവില് 2009 ഇല്ല, ആകെ 325 ഉള്ളൂ. അപ്പൊ എനിക്ക് ആകെ NRB യൂസ് ചെയ്യേണ്ടി വന്നത്, PET ആണ് അഡീഷണൽ ലയബിലിറ്റി കൊടുക്കണം. NRB യൂസ് ചെയ്യേണ്ടി വന്നത് ഈ 80,000 ഉള്ളൂ, അതായത് ലുലുവിന്. അപ്പൊ ലുലുവിന്റെ NRB 325. അതിൽ ഒരു ലൈഫ് ടൈം ട്രാൻസ്ഫർ PETക്ക് ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി 80,000 NRB യൂട്ടിലൈസ് ചെയ്തു. ദെൻ ലുലു 2,10,000 ഉണ്ടായിരുന്ന ഡെത്ത് എസ്റ്റേറ്റിലെ
1,70,000 സ്പൗസിന് കൊടുത്തിട്ട് ബാലൻസ് 40 ബ്രദറിന് കൊടുക്കണം. അവിടെയും ടാക്സ് നമ്മൾ പേ ചെയ്യാതിരിക്കാൻ വേണ്ടി NRB ക്ലെയിം ചെയ്തു. ഇപ്പൊ ലുലുവിന് ഇവിടെ NRB ബാലൻസ് ഉള്ളത് 3,25,000 minus 80 minus 40. $2,05,000 NRB ബാലൻസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. 2,05,000 NRB. Then both of these transfers are after taking account available exemptions എല്ലാം ഡിഡക്ട് ചെയ്തതാന്ന് പറഞ്ഞു. NRB 1617 325 ആണെന്നും പറഞ്ഞു. Then Lepna's chargeable estate. Lepna has a chargeable estate valued 9,80,000. His estate include a main residence of valued 3,40,000. ലുലു ആദ്യം നേരത്തെ മരിച്ചിരുന്നു. ലെപ്ന ഇപ്പോഴാണ് മരിക്കുന്നത്. ലെപ്നയുടെ ഡെത്ത് എസ്റ്റേറ്റിൽ 9,80,000 ഉണ്ട്. അതിലൊരു മെയിൻ റെസിഡൻസ് ഉണ്ട്, അതിന്റെ വാല്യൂ 3,40,000 ആണ്. ദെൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ളി മോർഗേജ് ഉണ്ട്, 1,52,000 ഇൻട്രസ്റ്റ് ഉള്ളി മോർഗേജും ഉണ്ട്. അണ്ടർ ദ ടേംസ് ഓഫ് ഹിസ് വിൽ ലെപ്ന ഹാസ് ലെഫ്റ്റ് എൻറ്റയർ എസ്റ്റേറ്റ് ടു ഹിസ് സൺ. അപ്പൊ എൻറ്റയർ എസ്റ്റേറ്റ് ടു സൺ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും RNRB ക്ലെയിം ചെയ്യാം. അപ്പം RNRB ക്ലെയിം ചെയ്യാവുന്നത് ലോവർ ഓഫ് ലെപ്നയുടെ 1,75,000. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ലുലുവിന് മെയിൻ റെസിഡൻസ് ഇല്ല എന്നാ പറഞ്ഞു. സോ ദാറ്റ് മീൻസ് ലുലുവിന്റെ RNRBയും അവിടെ അൺയൂസ്ഡ് ആയിട്ടിരിക്കുക. B 3,40,000 മൈനസ് ഇൻട്രസ്റ്റ് ഉള്ളി മോർഗേജ് 1,52,000. നമുക്കറിയാം 188, ഇത് 3,50,000 വരും. ലോവർ എടുക്കണം എന്നാണ് റൂള്. Therefore 188. Then gift to son on 22nd February 2018. On 22nd February 2018, Lepna made a gift of 60,000 ordinary shares in B Limited, an unquoted investment company, to his son PET. Before the transfer, Lepna owned all B Limited share capital or 100,000 ordinary share. അപ്പം ആ കമ്പനിയിലെ ഫുൾ ഓർഡിനറി ഷെയറും ഇവരാണ് ഓൺ ചെയ്തിരിക്കുന്നത്. 100 ഫുൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 100%. 100,000 ഷെയർ ഓൺ ചെയ്തു 100%. സോ ദാറ്റ് മീൻസ് 7.10. ഗിഫ്റ്റ് കൊടുത്തത് 60,000 ഷെയർ. അപ്പൊ പിന്നെ ഇനി ബാലൻസ് ഉള്ളത് 40,000 ഷെയർ. സോ വാല്യൂ ഓഫ് എസ്റ്റേറ്റ് ആഫ്റ്റർ ഗിഫ്റ്റ് 40,000. 40% ഹോൾഡിംഗ് ആണെങ്കിൽ 4.2 വാല്യൂ. എത്രയാന്ന് കണ്ടുപിടിച്ചേ? വാല്യൂ ഓഫ് എസ്റ്റേറ്റ് ബിഫോർ ഗിഫ്റ്റ് മൈനസ് വാല്യൂ ഓഫ് എസ്റ്റേറ്റ് ആഫ്റ്റർ ഗിഫ്റ്റ്. ഏതോ 5,42,000. ഓക്കെ, നമുക്ക് ഇവിടെ ലെപ്ന ഇഗ്നറിങ് ആനുവൽ എക്സംഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു സെന്റൻസ് കൂടെ പറഞ്ഞിട്ടുണ്ട്, ലെപ്ന ഹാഡ് നോട്ട് മെയ്ഡ് എനി പ്രീവിയസ് ലൈഫ് ടൈം ഗിഫ്റ്റ് ഒന്നും നടത്തിയിട്ടില്ല എന്ന്. അപ്പൊ നമ്മുടെ എയും NRB ഒന്നും യൂസ് ചെയ്തില്ല എന്ന് അവിടെ ഒരു മീനിങ് ഉണ്ട്. അപ്പൊ നമ്മൾ നോർമൽ കേസിൽ ആനുവൽ എക്സംഷന് നമുക്ക് ഒരു ഇതും കൂടെ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് വായിച്ച് നോക്കി അറിയാം. ആനുവൽ എക്സംഷൻ യൂസ് ചെയ്തതായിട്ടൊന്നും പറയുന്നില്ലെങ്കിൽ ഇവിടുന്ന് നമുക്കറിയാം കറന്റ് ഇയറിലെ ആനുവൽ എക്സംഷനായ 3,000 പ്രീവിയസ് ഇയറിലെ ആനുവൽ എക്സംഷനും ഡിഡക്ഷൻ അലൗഡ് ആണ്. Then gift to friend. Lepna made a cash gift of 85, 225, 190 and 490 to various friends during October 22. The gifts of 85, 190 were to the same friend. ഇതിൽ ഏതൊക്കെയായിരിക്കും സ്മോൾ ഗിഫ്റ്റ് ആക്കുക എന്ന് നമുക്കറിയാം. 85, 190 ഒരു ഫ്രണ്ടിനാണ് കൊടുത്തത്. സോ 190 പ്ലസ് 85 എന്ന് പറയുമ്പോൾ അതെന്തായാലും 275. 85 190 കൊടുക്കാൻ പറ്റില്ല, 490 കൊടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ആകെ സ്മോൾ ഗിഫ്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത് 225 മാത്രമേ സ്മോൾ ഗിഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ദെൻ നമുക്ക് റിക്വയർമെന്റിലേക്ക് വരാം. ഇഫ് ലെപ്ന വേർ ടു ഡൈ ടുഡേ,
1st March 2015, how much of the Lulu's nil rate ban will the personal representative of Lepna's estate be able to claim when calculating IST payable on his chargeable estate? നമ്മളോട് പറയണേ ലെപ്ന ഇപ്പോൾ ഡെത്ത് സംഭവിച്ചു, ഡൈ ടുഡേ. How much Lulu's nil rate ban will be personal representative claim? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, എന്തുമാത്രം ഇങ്ങോട്ട് ക്ലെയിം ചെയ്തെടുക്കാം. യെസ്, 2,05,000. നമ്മളിവിടെ ഇവിടെ ഓൾറെഡി ഇതെല്ലാം കണ്ടുപിടിച്ച് വെച്ചതാണ്. $325 ആണ്. അവിടുന്ന് പ്രീവിയസ് 7 ഇയറിലെ ട്രാൻസാക്ഷനായി 8,000 ഡിഡക്ട് ചെയ്തു. ഡെത്ത് എസ്റ്റേറ്റില് ബ്രദറിന് കൊടുക്കാന്ന് വെച്ചിരുന്ന ഒരു 40,000-നും NRB യൂസ് ചെയ്തു. ബാലൻസ് 205. Then, if Lepna were to die today, 1st March 23, what is the amount of residential nil rate ban which will be available when calculating IST payable on chargeable estate? ഇപ്പൊ ലെപ്ന ഇപ്പൊ 1st March 23 ഡെത്ത് സംഭവിച്ചാൽ RNRB എന്തുമാത്രം ക്ലെയിം ചെയ്യാം നമ്മളതും കണ്ടുപിടിച്ചു. ലോവർ ഓഫ് അല്ലെ 175 plus 175 or 340 minus 152. So that is 1,88,000. Then next question. What is the amount of PET transfer which Lepna has to make to his son on 22nd February 2018? The gift of 60,000 shares in B Limited after deducting available exemption. അവൈലബിൾ എക്സംഷൻസിനെല്ലാം ശേഷം എന്തുമാത്രമായിരിക്കാം PETയുടെ എമൗണ്ട്? നമ്മൾ ഓൾറെഡി ഇവിടെ 5,42,000 കണ്ടുപിടിച്ച് വെച്ചിരുന്നു. നമുക്കറിയാം അതിൽ നിന്നും കറന്റ് ഇയറിലെ ആനുവൽ എക്സംഷനും പ്രീവിയസ് ഇയറിലെ ആനുവൽ എക്സംഷനും ഡിഡക്ഷൻ അലൗഡ് ആണ്. ഓക്കെ, 5,36,000. Then, if Lepna died today, that means 1st March 23, what taper leaf percentage reduction would be available when calculating IST payable on the PET transfer which he made to his son 28th February 2018? ഇപ്പൊ ഡെത്ത് സംഭവിച്ചത് March 23. And when would this IST be due? ഡ്യൂ ഡേറ്റും ചോദിച്ചിട്ടുണ്ട്. എത്രയാണ് ടാപ്പർ ലീഫ്? 2018 to 23 ടാപ്പർ ലീഫ് ഡിഡക്ട് ചെയ്യാണ്. ഫെബ്രുവരി ആണ്. 18 to 19, 20, 21, 22, 23. So that means 5 to 6 years ആയി. 60%. പിന്നെ അടുത്തത് ഡെത്ത് എസ്റ്റേറ്റ് ലൈബിലിറ്റി നമുക്കറിയാം 3rd March 23. That means 31st March 23. 31st March 23 നിന്ന് ഫ്രണ്ടിലേക്ക് 6 months. That means 30th September 23. 30th September 23. അപ്പോൾ 60%-ഉം 30th September 23. Then, what amount of cash gift made by Lepna to his friends during October 22 is covered by the small gift exemption? സ്മോൾ ഗിഫ്റ്റിൽ എന്താണ് കവർ ചെയ്യാവുന്നതെന്ന് നമുക്കറിയാം. 225 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത്. ഓക്കെ, അപ്പൊ ഇനി സെക്ഷൻ ബി ടൈപ്പ് ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ കൂടിയ സെക്ഷൻ ബി ടൈപ്പ് ഉള്ളൂ. ഓക്കെ, ആകെ 5 ക്വസ്റ്റ്യൻസ് IST സെക്ഷൻ ബി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അതിൽ നമ്മൾ ഓൾറെഡി 3 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഒരു 2 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. ആ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യും. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ISTയിൽ നിന്നുണ്ടോ? ആർക്കെങ്കിലും? ടൈം ലിമിറ്റ് ഫോർ ക്ലൈം NRB ആൻഡ് RNRB എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ വൈഫ് ഒരു 2019 ഡെത്ത് സംഭവിച്ചു. ഹസ്ബൻഡിന് ഡെത്ത് സംഭവിച്ചത്
7th May 2022 ഡെത്ത് സംഭവിച്ചു. അപ്പം ഇതാണ് സിറ്റുവേഷൻ. ഹസ്ബൻഡ് രണ്ടാമത് മരിച്ചു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഈ വൈഫിന്റെ NRB ഓർ RNRB ഇങ്ങോട്ട് എത്ര ക്ലെയിം ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം സെക്കൻഡ് ആയിട്ട് മരിച്ച ആള്, അതായത് ഇവിടെ ഹസ്ബൻഡ് 7th May 2022 മരിച്ചത്. അപ്പം ഡെത്ത് ഡേറ്റ് അവിടുന്ന് മന്ത് എൻഡ്, സോ ദാറ്റ് മീൻസ് 31st May 2022. അവിടുന്ന് ഫ്രണ്ടിലേക്ക് 2 year കൗണ്ട് ചെയ്യണം. ദാറ്റ് മീൻസ് 31st May 2024. അവൈലബിൾ നെൽ റേറ്റ് ബാൻഡ് ചെക്ക് ചെയ്യാനാണോ ഡെത്ത് ഡേറ്റ് പ്രീവിയസ് 7 monthsലേക്ക്? എന്താ നിവി, എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല, നോട് റിപ്പീറ്റ് ചെയ്യോ? നമുക്ക് 3,25,000 എത്ര ലിമിറ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ ഡെത്ത് ഡേറ്റ് 7 years ബാക്കിലേക്ക് നോക്കുന്നത്? എത്ര NRB കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാ. ഡെത്ത് സ്റ്റേറ്റിൽ വല്ലതും കിട്ടുമോന്ന് അറിയാൻ. അഡീഷണൽ ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ A യൂസ് ചെയ്യാൻ പറ്റില്ല. ട്രാൻസ്ഫർ ടൈമിൽ മാത്രമേ ഡിഡക്ട് ചെയ്ത് വെക്കണം. ലൈഫിൽ തന്നെ നമ്മൾ ഡിഡക്ട് ചെയ്ത് വെക്കണം. ബാലൻസ് കിട്ടുന്ന ഫിഗറിന്മേലാണ് നമ്മൾ അഡീഷണൽ ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അഡീഷണൽ ലയബിലിറ്റി മാത്രമേ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നേരത്തെ പറ്റി നമ്മൾ ആ A ഡിഡക്ട് ചെയ്ത് ബാലൻസ് ഉള്ള ഫിഗറിന്, കാരണം നമ്മുടെ ഒരു അസംഷൻ ലൈഫിൽ നമ്മൾ ഡിഡക്ട് ചെയ്ത് വെച്ചു. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ബാലൻസിന്മേൽ കണ്ടുപിടിക്കുന്നു അഡീഷണൽ ലയബിലിറ്റി, അത്രേ ഉള്ളൂ. മിസ്റ്റർ BP 202 ഒരു റൗണ്ടിങ് ഡിഫറൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 202 ക്വസ്റ്റ്യൻ നമ്പർ ആണോ? അതെ, ക്വസ്റ്റ്യൻ നമ്പർ. സിനാരിയോ ക്വസ്റ്റ്യൻ അല്ലേ? യെസ് മിസ്. ഇവിടെ നിൽ റേറ്റ് ബാൻഡ് 2008-9 3,12,000 ആണ്. ഇതിൽ ആരാ ആദ്യം ഡെത്ത് സംഭവിക്കണേ? ലൂക്കിന്റെ കേസ് അല്ലേ ഉള്ളൂ. ഇവിടെ ഈ ലൂക്കിന്റെ കേസ് മാത്രമല്ലേ വരുന്നുള്ളൂ, അപ്ലിക്കബിൾ ആവുന്നുള്ളൂ. അതെ മിസ്. Okay. On her death, Luke's wife left 2,40,000 to her daughter and the remainder of her estate to Luke. She made no lifetime transfer. The nil rate band for the tax year. But 2,40,000 മാത്രമാണ് വൈഫിൻ്റെത്. അപ്പൊ നമ്മൾ 2,40,000 ഡിവൈഡ് ബൈ 312 അല്ലെ യൂസ് പെർസെന്റേജ് കണ്ടുപിടിക്കണം. 2,40,000 ഡിവൈഡഡ് ബൈ 3,12,000. So 76.93 or 92, 76.92 or round off ചെയ്ത 77. 100 minus 77, 23. Seven 74 751 പക്ഷെ 75,000 ആണ് ആൻസർ. മറ്റേ റൗണ്ട് ഓഫ് ചെയ്യുമ്പോഴോ 100 minus 76.9, 23.077, 325,000 into 23.0. ഇത് ഇങ്ങനെ ഡെസിമൽ എടുക്കാമെങ്കിൽ ഏകദേശം കറക്റ്റ് ഫിഗർ വരും. ഇതുണ്ടോ? ഇത് ഇങ്ങനെ എടുത്ത് നോക്കിയേ,
ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതിന്റെ ഒരു കേസിൽ മാത്രം ഡെസിമൽ എടുത്ത് ചെക്ക് ചെയ്യണം. ഇപ്പൊ നിവ്യ ഇങ്ങനെ നോക്കിയാൽ 2,40,000 മൈനസ് ഡിവൈഡ് ബൈ 3,12,000 ഇൻറ്റു 100 എത്ര കിട്ടും? 76.923 വന്നത്. ചെയ്ത് നോക്കിയേ. അപ്പൊ 23.077 അല്ലേ വന്നേ ബാലൻസ് 100 മൈൻ. അപ്പൊ ഇനി 3,25,000 ഇൻറ്റു 23.077 ഒന്ന് അടിച്ചേ. എത്ര വരും നോക്കി. വന്നില്ലേ? അത് ഞാൻ ക്ലിയർ ആയിട്ട് മുമ്പേ പറഞ്ഞില്ലേ. നോർമലി ടാക്സിന്റെ പേപ്പറിന് നമുക്ക് ഡെസിമൽ അലൗഡ് അല്ല. ബട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ വരുവായണ്ട ഞാൻ അത് പറഞ്ഞു തന്നെ. പക്ഷെ ISTയുടെ പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ റൗണ്ട് ഓഫ് ചെയ്തിടുമ്പോൾ ചിലപ്പോൾ ഓപ്ഷനിൽ ആൻസർ ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള റെയർ സിറ്റുവേഷൻ ആണ്. ബട്ട് അപ്പൊ നിങ്ങൾ ഡെസിമലും കൂടെ ഇട്ട് ചെയ്ത് നോക്കണം. അതായിരുന്നു ഞാൻ മുമ്പേ പറഞ്ഞത്. അപ്പൊ കണ്ടത് ഡെസിമൽ ഇട്ട് നോക്കിയപ്പോ കറക്റ്റ് 75 വന്നല്ലോ. വളരെ റെയർ ആയിട്ട് ഇങ്ങനെ വരാറുണ്ട്. അത് ഇതിപ്പം ആക്ച്വലി 250യുടെ ഡിഫറൻസ് ഇതിപ്പോ വന്നുള്ളൂ. ചില ടൈമുകളിൽ നല്ല ഡിഫറൻസ് ആയിട്ട് വരെ. ഞാനൊരു ഇപ്പൊ NRBയുടെ ഒരു അൺയൂസ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തന്നതിൽ നല്ല ഡിഫറൻസ് കണ്ടായിരുന്നു. ശ്രദ്ധിച്ചായിരുന്നു? ഒരു 2000 സംതിങ്ങിന്റെ ഡിഫറൻസ് വന്നു. അപ്പൊ അങ്ങനെ ചിലപ്പോൾ വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ മറ്റേപാട് റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ദെൻ വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? ഇല്ല. അപ്പം ISTയുടെ ഏകദേശം നമ്മുടെ പോർഷൻസ് കവറായി. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഏകദേശം കവറായി. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ലൈവിൽ വരുമ്പോൾ ചോദിച്ചോളുക. ISTയിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ മെസ്സേജ് വിട്ടോളുക. മെസ്സേജ് വിട്ടാൽ ഇനിയിപ്പോൾ ഓൾറെഡി റിവിഷൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് തിരക്കുള്ളത് കൊണ്ട് മിക്കവാറും ഡൗട്ടിന് റിപ്ലൈ ഡിലേ ആവുമായിരിക്കും. ഒന്നെങ്കിൽ അടുത്ത ലൈവിൽ വരുമ്പോൾ ചോദിക്കുക, അല്ലെങ്കിൽ ഡൗട്ട് ഇട്ടോളുക. ഞാൻ ടൈം പോലെ റിപ്ലൈ ചെയ്യാം. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ? ശരി എന്നാൽ, താങ്ക് യു.